ഹായ് ഡിയർ ഫ്രണ്ട്സ്, ജെയിംസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് റീഡിംഗ് സബ് ടെസ്റ്റ് ആണ്. അപ്പൊ നിങ്ങളിൽ പലർക്കും റീഡിംഗ് ആണല്ലോ ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്നത്. എന്നാൽ ചില മെത്തേഡ്സ് അല്ലെങ്കിൽ ചില ടിപ്സ് ആൻഡ് സ്ട്രാറ്റജീസ് ഉപയോഗിച്ച് റീഡിങ്ങിനെ ഹാൻഡിൽ ചെയ്താൽ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് റീഡിംഗ് ചെയ്ത് തീർക്കാൻ പറ്റും, എസ്പെഷ്യലി പാർട്ടിയെ. അപ്പൊ പാർട്ടിയെ എങ്ങനെ എളുപ്പത്തിൽ ചെയ്തു തീർക്കാം എന്നതിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് ക്ലാസ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. സോ നമ്മൾ ആദ്യം റീഡിങ്ങിനെ കുറിച്ച് കേൾക്കുമ്പോൾ ഞാൻ ബിഗിനേഴ്സിനോടാണ് ഇപ്പോഴത്തെ കാര്യം സംസാരിക്കാൻ പോകുന്നത്. സോ ബിഗിനേഴ്സ് നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. റീഡിംഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലിസ്ണിംഗ് എന്ന് പറയുന്നത് ഓൾ ഓഫ് എ സഡൻ ആർക്കും കിട്ടുന്ന ഒന്നല്ല. അതിന് അതിൻ്റെതായ സിസ്റ്റമാറ്റിക് വേയിലൂടെയുള്ള പ്രിപ്പറേഷൻ ഇറ്റ്സ് റിയലി മാൻഡേറ്ററി. അപ്പോ നമുക്കറിയാം റീഡിങ്ങിന് 3 പാർട്സ് ആണുള്ളത്. ഈ 3 പാർട്സില് പാർട്ട് എ, പാർട്ട് ബി ആൻഡ് പാർട്ട് സി. അപ്പൊ ശരിക്കും ശ്രദ്ധിക്കണം. പാർട്ട് എ എന്ന് അവർ പറയുന്നത് സ്പെസിഫിക് ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടോ എന്നാണ് അവർ നിങ്ങളെ ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സ്പെസിഫിക് ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടോ. അറ്റ് ദ സെയിം ടൈം പാർട്ട് ബി ആൻഡ് സിയിൽ അവർ അസസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു പാരഗ്രാഫ് വായിച്ച് അതിന്റെ മീനിങ് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടോ എന്നാണ്. ഓക്കെ, രണ്ടും രണ്ടാണേ. അപ്പോ 2 കൺസെപ്റ്റ് ആണ്. ഒന്ന് സ്പെസിഫിക്, അതായത് നമ്മൾ ഒരു പേജ് ടേൺ ചെയ്യുമ്പോൾ പെട്ടെന്ന് നിങ്ങളോട് ഒരു വേർഡ് പിക്ക് ചെയ്യാൻ പറയുന്നു. എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ആ വേർഡ് പിക്ക് ചെയ്യാനുള്ള കഴിവുണ്ടോ, അതാണ് പാർട്ട് എ. ഓക്കെ, രണ്ടാമത്തത് എന്ന് പറയുന്നത് നമുക്ക് ഒരു പാരഗ്രാഫ് വായിച്ച് അതിന്റെ മീനിങ് മനസ്സിലാക്കിയിട്ട് ആൻസർ ചെയ്യാനുള്ള കേപ്പബിലിറ്റി. അപ്പൊ രണ്ടിനും 2 ഡിഫറെന്റ് സ്കിൽസ് ആണ് നമുക്ക് വേണ്ടത്. ഓൾറൈറ്റ്, 2 റീഡിങ്ങിന്റെ പാർട്ട് എക്ക് ഒരു സ്കില്ലാണ് വേണ്ടത്, പാർട്ട് ബിക്ക് ഒരു സ്കില്ലാണ് വേണ്ടത്. അപ്പോ ആദ്യമായിട്ട് റീഡിങ് പ്രിപ്പയർ ചെയ്യുന്ന ഒരാള് ഒരു കാരണവശാലും ടൈം വെച്ചിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യരുത്. മനസ്സിലായില്ലേ? ആദ്യമായിട്ട് റീഡിംഗ് പ്രിപ്പയർ ചെയ്യുന്ന ഒരാള് ടൈം വെച്ചിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യരുത്. എന്താണെന്നറിയാമോ? നിങ്ങൾ റീഡിംഗ് പഠിക്കുന്നത് ആദ്യമായിട്ടാണ്. റീഡിങ്ങിന് അതിന്റെ ടാക്ടിക്സ് മനസ്സിലാക്കാനും അതിന്റെ എവിടെയൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ആ സ്പെസിഫിക് ഇൻഫർമേഷൻ ക്യാച്ച് ചെയ്യാനുള്ള കഴിവ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സർട്ടൈൻ ടൈം ആവശ്യമുണ്ട്. ഓക്കെ, ആ ടൈം നിങ്ങൾ ടൈം പ്രഷറിൽ ചെയ്താൽ നിങ്ങൾക്ക് ഒരിക്കലും ഇംപ്രൂവ്മെന്റ് ഉണ്ടാവില്ല. സോ ആദ്യം നിങ്ങൾ റീഡിംഗ് പാർട്ട് എ അല്ലെങ്കിൽ ബി ആൻഡ് സി, ഞാനിപ്പോ ആദ്യം എ മാത്രം പറയാം. എ ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാലോ എക്സാമിന് 15 മിനിറ്റ്സ് ആണ് 20 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ വേണ്ടി നമുക്ക് കിട്ടുന്നത്. ഫൊഗറ്റ് അബൌട്ട് ദാറ്റ് 15 മിനിറ്റ്സ്. നിങ്ങൾ എന്താ ആദ്യം പ്രിപ്പയർ ചെയ്യുമ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെറ്റീരിയൽ എടുക്കുക, അതിൽ എന്തൊക്കെയാണ് തന്നത് എന്ന് പരിചയപ്പെടുക, അതിൽ തന്നേക്കുന്ന ഇൻഫർമേഷൻ, അതായത് പാരഗ്രാഫ് എന്തിനെ കുറിച്ചൊക്കെ ആണെന്ന് ഒന്ന് വായിച്ചു നോക്കുക. പിന്നെ വാട്ട് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആർ കമ്മിങ്, എങ്ങനെയാണ് അവർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത്, ഇതൊക്കെ പ്രിപ്പയർ ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളിലായിരിക്കണം നിങ്ങൾ ആദ്യം അറ്റൻഷൻ കൊടുക്കേണ്ടത്. അല്ലാതെ പെട്ടെന്ന് ചാടിക്കേറി ടൈമും വെച്ച് ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന മെത്തേഡ് അബ്സല്യൂട്ട്ലി റോങ് ആണ്. നമ്മുടെ കുറേ കുട്ടികൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് എപ്പോഴും ഈ പറയുന്ന റീഡിങ് ഇംപ്രൂവ്മെന്റ് ഇല്ലാത്തത്. മനസ്സിലായോ? അപ്പൊ ആദ്യം മനസ്സിലാക്കുക എന്താണ് ഇതൊക്കെ എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ ആ കൺസെപ്റ്റിലാണ് നമ്മൾ ഇന്ന് വർക്ക് ചെയ്യാൻ പോകുന്നത്. അതായത് എങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന പാർട്ടിയെ, റീഡിംഗ് പാർട്ടിയെ ഡീൽ ചെയ്യേണ്ടത്. ഓക്കെ, റീഡിംഗ് പാർട്ടിയുടെ മാസ്റ്റർ ക്ലാസ് ആണ് ഇന്ന്. സോ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. അപ്പൊ അതിന്റെ ഫുൾ ടാക്ടിക്സ് നമുക്ക് ഇന്ന് പഠിച്ചെടുക്കാം. പിന്നെ ഇതില് റിപ്പീറ്റേഴ്സ് ഉണ്ടോ? ആക്ച്വലി അതായത് ഓൾറെഡി ഒരു പ്രാവശ്യം എഴുതിയവർ ഉണ്ടെങ്കിൽ ഞാൻ അത് റൈസ് ഒന്നും ചെയ്യണ്ട, ഹാൻഡ് റൈസ് ഒന്നും ചെയ്യണ്ട. അവർക്കറിയാം അതിന്റെ ബുദ്ധിമുട്ട് എത്രയാണ്. ഒരു എക്സാം അറ്റൻഡ് ചെയ്ത് അത് റിക്വയർഡ് സ്കോർ കിട്ടാതെ വീണ്ടും അത് പഠിച്ച് ഈ പറഞ്ഞ പോലെ വീണ്ടും എഴുതുക എന്ന് പറയുന്നത് ഇറ്റ്സ് റിയലി റിയലി ഹോറിബിൾ. അപ്പൊ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എല്ലാവരും ബി ഗ്രേഡ് നേടാൻ വേണ്ടി, എല്ലാ മൊഡ്യൂൾസിലും ബി ഗ്രേഡ് നേടാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ അതിന്
ഒരു സെർട്ടൻ ടൈം പീരീഡ് ആവശ്യമുണ്ട്. മിനിമം ബിഗിനറായ ഒരാൾ 3 മാസമെങ്കിലും സമയമെടുത്ത് പ്രാക്ടീസ് ചെയ്തിട്ട് മാത്രമേ എക്സാം അറ്റൻഡ് ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കോർ കിട്ടില്ല, വേണ്ട സ്കോർ കിട്ടില്ല കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം നമുക്കൊരു ക്വസ്റ്റ്യനെ പരിചയപ്പെടാം, എന്നിട്ട് നമുക്ക് ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ ആ ക്വസ്റ്റ്യനിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. 15 മിനിറ്റ്സ് ആണ് നമ്മുടെ റീഡിങ്ങിന്റെ പാർട്ട് എ ചെയ്യാനുള്ള ടൈം. പാർട്ട് എ ഇൻഡിപെൻഡന്റ് പിന്നെ മൊഡ്യൂൾ ആണ്. അതായത് നമുക്ക് പാർട്ട് എക്ക് 15 മിനിറ്റ്സ് കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും നമുക്ക് എക്സ്ട്രാ കിട്ടില്ല. പാർട്ട് എയുടെ ആൻസർ ബുക്ക്ലെറ്റ് നിങ്ങളുടെ ഇൻവിജിലേറ്റേഴ്സ് കളക്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, പാർട്ട് ബി ആൻഡ് സിയുടെ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റും ആൻസർ ബുക്ക്ലെറ്റും ഒക്കെ കിട്ടുള്ളൂ. അപ്പോ പാർട്ട് എ എന്ന് പറയുന്നത് ശരിക്കും 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ ആദ്യം ഇന്ന് പാർട്ട് എ ആ 15 മിനിറ്റ്സിനുള്ളിൽ 20 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് നമ്മൾ ഇന്ന് ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ നോക്കിയേ. സ്ക്രീൻ കാണുന്നില്ല. എല്ലാവർക്കും കാണുന്നില്ല എന്നാണോ, ഒരാൾക്കാണോ? എനിക്കും കാണുന്നില്ല. കാണാം. ആ, സ്ക്രീൻ കാണും. ഓക്കെ ഓക്കെ, സ്ക്രീൻ കാണുന്നവർ അവിടെ തന്നെ നിന്നോ. ബാക്കിയുള്ളവരെ ഒന്ന് എക്സിറ്റ് ആയിട്ട് എൻ്റർ ആവേണ്ടി വരും. നിങ്ങളുടെ ഫോണിന്റെ ഒരു ഇതാണേ, സെറ്റിങ്സിന്റെ. അപ്പൊ ഒന്ന് എക്സിറ്റ് ആയിട്ട് ഒന്ന് കേറിക്കോളൂ, അത് കാണാൻ പറ്റും. ഓക്കെ, സോ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് മാനേജിങ് ഡയബറ്റിക് ഫുഡ് അൾസേഴ്സ് ആണ്. സോ എല്ലാരും കേറിയോ? ഓക്കെ ആണോ? ഇപ്പം സ്ക്രീൻ കാണാമോ? ഇപ്പൊ കാണാമോ? ഓക്കെ, ഫൈൻ. ഓക്കെ, താങ്ക് യു ഫോർ യുവർ റിപ്ലൈ. ഓക്കെ, സോ മാനേജിങ് ഫുഡ് അൾസേഴ്സ് ആണ്, ഡയബറ്റിക് ഫുഡ് അൾസേഴ്സ് ആണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ വൺസ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് കിട്ടിയാൽ വളരെ കൂളാവുക, ടേക്ക് ഡീപ് ബ്രീത്ത്സ്. അത് തുടങ്ങ. കാരണം എന്താ അറിയോ, നമ്മുടെ ബ്രെയിനിനെ കൂൾ ആക്കുക എന്നുള്ളത് ഇറ്റ്സ് റിയലി ഇമ്പോർട്ടൻറ്റ്. പാനിക് ആയ ഒരു ബ്രെയിനിന് ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. സോ വളരെ റിലാക്സ്ഡ് ആവും. എത്രമാത്രം നിങ്ങൾക്ക് ഡീപ് ബ്രീത്ത്സ് എടുത്ത് റിലാക്സ് ചെയ്യാൻ പറ്റുമോ അത്രമാത്രം വളരെ വളരെ കൂളായിട്ട് നിങ്ങൾ ആദ്യം ഈ പറയുന്ന ടെക്സ്റ്റ് ബുക്ക്ലെറ്റ്, ഇതിന്റെ പേരാണ് ടെക്സ്റ്റ് ബുക്ക്ലെറ്റ് എന്നുള്ളത്. ആദ്യം നിങ്ങൾ തുറക്കേണ്ടത് ടെക്സ്റ്റ് ബുക്ക്ലെറ്റ് ആണ്. ഓക്കെ, നോട്ട് യുവർ ആൻസർ ആൻഡ് ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് സെയിം ആണ്. സോ ആ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് തൊടാനേ പോണ്ട. ഓക്കെ, അപ്പൊ ആദ്യത്തെ 2 മിനിറ്റ്സ് നമുക്ക് ഇതിൽ പറയുന്ന ഓരോ ടെക്സ്റ്റും, ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഓരോ പാരഗ്രാഫ് എന്നുള്ളതാണ്. അപ്പൊ ഓരോ പാരഗ്രാഫും എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ആദ്യം നിങ്ങൾ ഹെഡിങ് വായിക്കുക. എന്താണ് ഹെഡിങ് പറഞ്ഞേക്കുന്നത്? മാനേജിങ് ഡയബറ്റിക് ഫുഡ് അൾസേഴ്സ്. അപ്പൊ അവിടുന്ന് നമുക്ക് എന്ത് മനസ്സിലായി? വി ആർ ഗോണ റീഡ് സംതിങ് അബൌട്ട് ഡയബറ്റിക് ഫുഡ് അൾസേഴ്സ്. അത് നിങ്ങൾ മനസ്സിൽ നിങ്ങളോട് തന്നെ പറയുക. ഓക്കെ, ദെൻ എന്താണ് ടെക്സ്റ്റ് എ? ശരിക്കും ശ്രദ്ധിക്കണേ, ടെക്സ്റ്റ് എ എന്താണ് പറയുന്നത്? ടെക്സ്റ്റ് എ പറയുന്നത് അസസിങ് എ ഡയബറ്റിക് ഫുഡ് അൾസർ. എല്ലാം നിങ്ങളുടെ ലോക്കൽ ലാംഗ്വേജിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യണേ. അസസിങ്, വാട്ട് ഈസ് ദ വേർഡ് മീനിങ് ഓഫ് അസസിങ്? അസസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടുപിടിക്കുക. ഡയബറ്റിക് ഫുഡ് അൾസറിനെ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം എന്നാണ് ടെക്സ്റ്റ് എ പറയുന്നത്. ശരിക്കും ശ്രദ്ധിക്കുക, അസസിങ്. എന്നിട്ട് അത് സബ് ഹെഡിങ് മാത്രമാണ്. ഇനി നിങ്ങൾ നോക്കിയേ, യു ക്യാൻ സീ എ ടേബിൾ ഓവർ ദെയർ, അല്ലെ? ഒരു ടേബിൾ കാണാം. സോ ആ ടേബിളിനകത്ത് എന്തൊക്കെയാണ് ഇരിക്കുന്നതെന്ന് നിങ്ങൾ വായിക്കണം. അതൊക്കെയാണ് സ്കിമ്മിങ് ആൻഡ് സ്കാനിങ്. സ്കിമ്മിങ് എന്ന് പറഞ്ഞാൽ വേണ്ടത്, അതായത് ചില ഹൈലൈറ്റഡ് പോയിന്റ്സ് മാത്രം നോക്കി നോക്കി പോകുന്നതിനെയാണ് സ്കിമ്മിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സ്കിം ചെയ്യേണ്ടത് എന്താണ്, നോക്കി പോവേണ്ടത് എന്താണ്? ഫസ്റ്റ് വൺ ഞാൻ പറഞ്ഞു, യു ഹാവ് ടു സ്കിം ദ സബ് ഹെഡിങ്. സബ് ഹെഡിങ്ങിനെ നോക്കണം. സെക്കൻഡ് തിങ്, ഈ കോളത്തിനകത്ത് ചിലത് ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്കിക്കേ എല്ലാരും, ന്യൂറോപ്പതിക് കണ്ടോ? ന്യൂറോപ്പതിക് വി ഹാവ് ടു. ഓക്കെ, ന്യൂറോപ്പതിക് കാറ്റഗറിയിലുള്ളതാണ് നമ്മൾ ഒന്ന് പറയുന്നത്. ആൻഡ് സെക്കൻഡ് തിങ് ഇസ്കീമിക്. ഓക്കെ, ഇസ്കീമിക്. ആൻഡ് തേർഡ് വൺ ന്യൂറോ ഇസ്കീമിക്. അപ്പം 3 എണ്ണം നമുക്ക് മനസ്സിലായി. 3 പിന്നെ ഇതിനെ കുറിച്ചാണ് ഇത് വന്നേക്കുന്നത്.
അതായത് ന്യൂറോപ്പത്തിക് ഡയബറ്റിക് ഫുഡ് അൾസറിനെ കാറ്റഗറൈസ് ചെയ്യുന്നതാണ് അവര്. അപ്പൊ നമുക്ക് എന്തൊക്കെ മനസ്സിലായി? ന്യൂറോ ഇസ്കീമിക് ആൻഡ് പിന്നെ ന്യൂറോപ്പത്തിക്, ഇങ്ങനെ 3 അപ്പൊ നമ്മൾ നമ്മുടെ മനസ്സിലോട്ട് പറയാം, ടൈപ്സ് ഓഫ് ഡയബറ്റിക് ഫുഡ് അൾസറിനെ കുറിച്ച് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ആ ക്വസ്റ്റ്യന്റെ ആൻസർ സെർച്ച് ചെയ്യേണ്ട ഏരിയ ടെക്സ്റ്റ് എയിലാണ്. മനസ്സിലായല്ലോ? ഇങ്ങനെ തന്നെ പഠിക്കണേ. അതായത് ടൈപ്സ് ഓഫ് ഡയബറ്റിക് ഫുഡ്, അത് 3 ടൈപ്പിൽ ഉണ്ടെന്നും ന്യൂറോപ്പതിക് ഉണ്ടെന്നും ഇസ്കീമിക് ഉണ്ടെന്നും ന്യൂറോ ഇസ്കീമിക് ഉണ്ടെന്നും നമ്മൾ കണ്ടു കഴിഞ്ഞു. ആൻഡ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അവർ താഴോട്ട്, നിങ്ങൾക്കൊന്ന് ഓടിച്ച് കണ്ണുവിട്ടാൽ സെൻസറി ലോസ്, പെയിൻഫുൾ, ഇതൊക്കെ കാണുമ്പോൾ ആ സൈഡിൽ ഒന്ന് നോക്കിയേ. സെൻസേഷൻ, കാലസ്, വൂണ്ട് ബെഡ്, ഫുഡ് ടെമ്പറേച്ചർ ആൻഡ് പൾസസ്, all these things indicate അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെ. ഈ 3 ടൈപ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അവർ അതിനെ എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. അപ്പോ ടൈപ്സ് ഓഫ് ഫുഡ് ഡയബറ്റിക് ഫുഡ് അൾസേഴ്സിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിന്റെ ആൻസർ തപ്പാൻ വേണ്ടി വരേണ്ടത് ടെക്സ്റ്റ് എയിലാണ്. സോ സ്കിം ചെയ്ത് നമ്മൾ വെച്ചു, മനസ്സിലായില്ലേ? ടെക്സ്റ്റ് എയിലുള്ള കാര്യങ്ങൾ ബാക്കിയൊന്നും. ഇനി നിങ്ങൾ വേണ്ട അടുത്ത ടൈപ്പ് സ്കിം ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ, you could see some data here, right? അല്ലെ, കുറച്ച് ന്യൂമറിക്കൽ ഡാറ്റ ഇവിടെ ഉണ്ട് അല്ലെ. നോക്കിയേ, പിന്നെ അതായത് നമ്മുടെ ഏതൊക്കെയാ നോക്കിയേ, പിന്നെ നമ്മുടെ 35% നിങ്ങൾക്ക് കാണാം, 50% കാണാം, 15% കാണാം, 50% കാണാം. ന്യൂമറിക്കൽ ഡാറ്റയിലോ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, എല്ലാ സമയത്തും പറ്റില്ല, ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ന്യൂമറിക്കൽ ഡാറ്റയും കൂടി നമ്മുടെ കണ്ണിൽ നിങ്ങൾക്ക് അണ്ടർലൈൻ ചെയ്യാൻ അലൗഡ് ആണ് കേട്ടോ. ഈ റീഡിങ് സമയത്ത് നിങ്ങൾക്ക് അണ്ടർലൈൻ ചെയ്യാം. എല്ലാം കൂടി വാരി വലിച്ച് അണ്ടർലൈൻ ചെയ്ത് വെക്കരുത്, അത് ഭയങ്കര തെറ്റാ ചെയ്യുന്നത്. വേണ്ടത് മാത്രം അണ്ടർലൈൻ ചെയ്യുക. സോ നമ്മൾ ആദ്യം സബ് ഹെഡിങ് അണ്ടർലൈൻ ചെയ്തു, പിന്നീട് ന്യൂമറിക്കൽ ഡാറ്റ അണ്ടർലൈൻ ചെയ്തു, ആൻഡ് നമ്മൾ ടെക്സ്റ്റ് എയിൽ എന്തിനെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നതെന്ന് നമ്മൾ പഠിക്കുകയും ചെയ്തു. Now go to text B. text B യിലേക്ക് നോക്കുക. Applying dressings to diabetic foot ulcers. Applying dressings to diabetic foot ulcers. See, ഇങ്ങനെ ഒരു സബ് ഹെഡിങ് കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന എന്താ? ആരെങ്കിലും അതിന്റെ പാരഗ്രാഫ് വായിക്കണ്ട, ആരെങ്കിലും ഒരാൾക്ക് പറയാമോ ആ പാരഗ്രാഫിൽ എന്തായിരിക്കും? ഒന്നും വായിക്കണ്ട, ജസ്റ്റ് നമുക്കൊന്നും പറയാം. ഒരാൾക്ക് പറയാമോ? പ്രൊസീജിയർ ആയിരിക്കും. യെസ്, നമ്മളെല്ലാരും ചിന്തിക്കുന്നത് പ്രൊസീജിയർ ആയിരിക്കും എന്നാണ് അല്ലെ. നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരിട്ട സബ് ഹെഡിങ് അത്. അപ്പോ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ വെറും സബ് ഹെഡിങ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോ അബദ്ധം പറ്റാനുള്ള സാധ്യതയുണ്ട്. സോ എന്ത് വായിക്കണം? റീഡ് ദ ഫസ്റ്റ്, എപ്പോഴും ചെയ്യേണ്ടതാണ്. വേറെ കോളമോ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനോ അല്ലെങ്കിൽ ടേബിളോ ഇങ്ങനെയൊന്നും ഇല്ലാത്ത പാരഗ്രാഫ്, വെറും റൈറ്റിംഗ് മാത്രമുള്ള പാരഗ്രാഫിൽ വെറും സബ് ഹെഡിങ് മാത്രം വായിച്ചു പോയാൽ നിങ്ങൾക്ക് ആ പാരഗ്രാഫിൽ എന്താ ഉള്ളതെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ചിലപ്പോ പറ്റില്ല. ബിക്കോസ് ഇറ്റ് വിൽ ബി കൺഫ്യൂസിങ്. നമ്മളെല്ലാരും അപ്ലൈങ് എന്ന് പറയുമ്പോൾ ആസ് നേഴ്സസ് നമ്മളെല്ലാരും ചിന്തിക്കുന്നത് എന്താ? ഡ്രസ്സിങ്ങിന്റെ പ്രൊസീജിയർ ആണെന്നാ. പക്ഷെ വായിച്ചു നോക്കി നമുക്കൊന്ന് ആ ഫസ്റ്റ് സെന്റൻസ് നോക്കാമേ. ഒന്ന് നോക്കിക്കേ, ഫസ്റ്റ് ബുള്ളറ്റ് പോയിന്റ് എപ്പോഴും സ്കിം ചെയ്യേണ്ട കാര്യമാണ്. അപ്പോ അവോയ്ഡ് ബാൻഡേജിങ് ഓവർ ടോസ്. പ്യുവർലി ഡ്രസ്സിങ്ങുമായിട്ട്, അതായത് ഡ്രസ്സിങ്ങിന്റെ പ്രൊസീജിയറുമായിട്ട് നേരിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തതാണ്. പിന്നെ എന്താണ് ആ കാറ്റഗറി ഇൻഫർമേഷൻ? ഡ്രസ്സിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താന്നാണ് നമ്മൾ ഫസ്റ്റ് ബുള്ളറ്റ് പോയിന്റ് വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത്. ഈ എല്ലാ ബുള്ളറ്റ് പോയിന്റും വായിച്ചുകൊണ്ടിരിക്കാൻ നമുക്കൊട്ട് സമയമില്ല. സോ ആ ഒന്നാമത്തെ ബുള്ളറ്റ് പോയിന്റ് അത്രയും വായിച്ചാൽ മതി നിങ്ങൾ. അവോയ്ഡ് ബാൻഡേജിങ് ഓവർ ടോസ്. അന്നേരം തന്നെ നിങ്ങളുടെ മനസ്സിൽ എന്ത് ചെയ്തോണം? നിങ്ങളുടെ മനസ്സിൽ ഒരു ഇത് കത്തിക്കോണം. എന്താണ്? ദേ ആർ ടോക്കിംഗ് അബൌട്ട് സംതിങ് വാട്ട് വി ഹാവ് ടു കെയർ അബൌട്ട് വൈൽ അപ്ലൈയിങ് ആ ഡ്രസ്സിങ്. ഇതാണ് നമ്മൾ ആ പാരഗ്രാഫിൽ ശ്രദ്ധിക്കേണ്ടത്. ദെൻ ഫൈനലി ആ ലാസ്റ്റ് ബുള്ളറ്റ്, എല്ലാ ബുള്ളറ്റ് പോയിന്റ് നോക്കാൻ നിൽക്കരുത്. ലാസ്റ്റ് ബുള്ളറ്റ് പോയിന്റ് ഒന്നുകൂടി നമ്മുടെ കൺസെപ്റ്റ് കറക്റ്റ് ആണോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ബുള്ളറ്റ് പോയിന്റ് ഒന്ന് നോക്കാം. റിമെമ്പർ ദാറ്റ് ഫുട്വെയർ നീഡ്സ് ടു അക്കമഡേറ്റ് എനി ഡ്രസ്സിംഗ്. വീണ്ടും അപ്പൊ ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ? അതായത് ഡ്രസ്സിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അവർ ഈ പാരഗ്രാഫിൽ പറഞ്ഞേക്കുന്നത്. ഇനി ഒന്നുകൂടി അതിന്റെ തൊട്ട് ബുള്ളറ്റ് പോയിന്റ്സ് ഏകദേശം അത് തന്നെയാണെന്ന് നമുക്ക് മനസ്സിലായി. ഗോ ടു ദ ഫൈനൽ പാരഗ്രാഫ് ഇൻ ദ ടെക്സ്റ്റ് ബി.
എന്താണ്? ഫോർ ഇൻഫെക്റ്റഡ് ഓർ ഹൈലി എക്സ്യൂഡിങ് DFUs. വീണ്ടും അത്രയും വായിച്ചാൽ മതി, കൂടുതൽ വായിക്കാൻ നിൽക്കണ്ടേ. സോ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഹൈലി എക്സുഡേറ്റ്സ് ഉള്ള വൂണ്ടില് നമ്മൾ പിന്നെ കെയർ ചെയ്യുമ്പോൾ വി ഹാവ് ടു ഡു സർട്ടൻ തിങ്സ്. അപ്പോ ഡ്രസ്സിംഗ് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത് എന്ന് നമുക്ക് ക്ലിയർ ആയി. ഡു യു ഓൾ അഗ്രി വിത്ത് ദാറ്റ്? അഗ്രി ചെയ്യുന്നുണ്ടോ? അപ്പൊ നമ്മൾ ഇന്നിപ്പോ ഒരു എററാണ് നമ്മൾ കണ്ടുപിടിച്ചത് അല്ലെ. നമ്മൾ വിചാരിക്കും സബ് ഹെഡിങ് മാത്രം ചെയ്തിട്ട് പോയാൽ മതി. ബട്ട് ഓൺലി ബൈ റീഡിങ് സബ് ഹെഡിങ് ഇറ്റ് വോണ്ട് ബി ഹെൽപ്ഫുൾ ഇൻ സർട്ടൻ സർക്കംസ്റ്റാൻസസ്. അപ്പൊ എന്താ ചെയ്യണ്ടേ? നമ്മൾ ആ ബുള്ളറ്റ് പോയിന്റ്സ് ഉണ്ടെങ്കിൽ, ബുള്ളറ്റ് പോയിന്റ്സ് ഇല്ലെങ്കിൽ കൂടി വെറും റൈറ്റിംഗ് മാത്രമുള്ള പാരഗ്രാഫ് ആണെങ്കിൽ ആദ്യത്തെ സെന്റൻസും ലാസ്റ്റ് സെന്റൻസും ഒന്ന് വായിക്കുക. എന്തിനെ കുറിച്ചാണ് ഈ പാരഗ്രാഫ്? കാരണം പാരഗ്രാഫ് ഡിസൈഡ് ചെയ്യുന്നത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ എന്താ പ്രശ്നം? നമ്മുടെ കൺഫ്യൂഷൻ ആവും, നമ്മുടെ ടൈം അവിടെ തീർന്നു അല്ലെ. നമ്മൾ ഇത് ഏത് പാരഗ്രാഫിലാണ് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പോ മനസ്സിലാക്കുക, ആദ്യത്തെ പാരഗ്രാഫ് നമ്മൾ ഓൾറെഡി മനസ്സിലാക്കി, സെക്കൻഡ് പാരഗ്രാഫ് അല്ലെ നമ്മൾ ഒന്നുകൂടി മനസ്സിലാക്കി. ഫൈൻ, അവിടെ നിന്നോട്ടെ. ഗോ ടു തേർഡ്, ടെക്സ്റ്റ് സി. ടെക്സ്റ്റ് സി എന്താ പറയുന്നേ? debridement of DFUs. I hope all of you know what is a debridement. അല്ലെ, debridement എല്ലാവർക്കും അറിയാലോ. ഫസ്റ്റ് മാനേജ്മെന്റ് ആണ്, ഡയബറ്റിക് ഫുഡ് അൾസേഴ്സിന്റെ മാനേജ്മെന്റ് ആണ് DFU, debridement എന്ന് പറയുന്നത്. ഡിബ്രൈഡ്മെന്റ് എന്ന് പറയുന്നത് റിമൂവൽ ഓഫ് സ്ലഫ് ആൻഡ് മേക്കിംഗ് ദ വൂണ്ട് വെരി ക്ലീൻ ബൈ എ സർജിക്കൽ ഇന്റർവെൻഷൻ. അതാണ് നമ്മുടെ ഡിബ്രൈഡ്മെന്റ് എന്ന് പറയുന്നത്. അത് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. ദോസ് ഹു ആർ വർക്കിംഗ് ഇൻ ദ സർജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ഓൾ ഇറ്റ് ഈസ് വെൽ അവെയർ ഓഫ് അല്ലെ, എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പൊ ഡിബ്രൈഡ്മെന്റ് കേട്ടിട്ട് മിക്കവാറും ഡിബ്രൈഡ്മെന്റ് ഇറ്റ്സ് എ ടിപ്പിക്കൽ വേർഡ്. അതുകൊണ്ട് തന്നെ അവർ ആ പാരഗ്രാഫിലെ ഡിബ്രൈഡ്മെന്റ് തന്നെയാണ് പറയാൻ സാധ്യത. പക്ഷെ നമുക്ക് നേരത്തെ ഒരു അബദ്ധം പറ്റിയത് കൊണ്ട് വി ഹാവ് ടു ബി വെരി കോഷ്യസ്. അപ്പൊ നമുക്ക് നോക്കിയേ, ഒന്നാമത്തെ സെന്റൻസ് ഒന്ന്, ഫസ്റ്റ് സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കിയേ. ദ ഫസ്റ്റ് പ്രയോറിറ്റി ഓഫ് മാനേജ്മെന്റ് ഓഫ് ഫുഡ് അൾസർ ഈസ് ടു പ്രിപ്പയർ ദ സർഫസ് ആൻഡ് എഡ്ജസ് ഓഫ് എ വൂണ്ട് ടു ഫെസിലിറ്റേറ്റ് ഹീലിംഗ്. അതായത് ഡിബ്രൈഡ്മെന്റിന്റെ ഡെഫിനിഷൻ ആണ് അവർ പറയുന്നത്. സോ ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ഡിബ്രൈഡ്മെന്റ്. വേണമെങ്കിൽ അവിടെ തീരാനായിട്ടില്ല, ലാസ്റ്റ് സെന്റൻസും കൂടി ഒന്ന് വായിച്ചു നോക്കി. പ്രാക്ടീഷണേഴ്സ് മസ്റ്റ് എക്സ്പ്ലെയിൻ ഫുള്ളി ടു പേഷ്യൻസ് the risk and benefits of debridement in order to gain their informed consent. So by reading these two statements നമുക്ക് കൺഫേം ചെയ്യാം that ഒരു എന്താണ് പിന്നെ ആ പെർട്ടിക്കുലർ ടെക്സ്റ്റ് സി എന്ന് പറയുന്ന പാരഗ്രാഫ് ഡിബ്രൈഡ്മെന്റിനെ കുറിച്ചാണ് പറയുന്നത്. Are you all with me? ഉണ്ടോ? ഓക്കെ ആണോ? എഗ്രി ചെയ്യുന്നുണ്ടോ? യെസ്. ഓക്കെ, അപ്പൊ 3 പാരഗ്രാഫ് കിട്ടി. Go to the ടെക്സ്റ്റ് ടി. ടെക്സ്റ്റ് ഡി വീണ്ടും കോളംസ് ആണ് അല്ലെ, ടേബിൾ ആണ്. ടേബിൾ ആണ് കുറച്ചും കൂടി സമാധാനമാണ്, നമുക്ക് ഒത്തിരി റിലാക്സേഷൻ ഉണ്ട്. ഇനി ആ ടേബിൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഇപ്പുറത്തെ സൈഡ് ഡ്രസ്സിംഗ് ഓഫ് DFUs, ജസ്റ്റ് ശ്രദ്ധിക്കേ. ഡ്രസ്സിംഗ് ഫോർ DFUs. വാട്ട് DFUന്, അതായത് ഡയബറ്റിക് ഫുഡ് അൾസറിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സിംഗ്. ഓക്കെ, സോ അത് താഴോട്ട് ഒന്ന് കണ്ണോടിക്കണം, വളരെ ഫാസ്റ്റ് ആയിരിക്കണം. ലോ അഡ്ഹറൻസ്, ഹൈഡ്രോകൊളൈഡ്സ്, ഹൈഡ്രോജെൽസ്, ഫോംസ്, ആൽജിനേറ്റ്സ്, അയഡിൻ പ്രിപ്പറേഷൻ ആൻഡ് സിൽവർ ഇംപ്രിഗ്നേറ്റഡ് ഡ്രസ്സിംഗ്. സോ എന്താണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്? ഇറ്റ്സ് അബൌട്ട് ടൈപ്സ് ഓഫ് ഡ്രസ്സിംഗ്. അതെ, what types of dressing അല്ലെ we have to apply for certain. നിങ്ങൾക്ക് പിന്നെ ഫുഡ് അൾസേഴ്സ് ഓൾറെഡി മാനേജ് ചെയ്തവർക്ക് അറിയാം, എല്ലാ ഡ്രസ്സിങ്ങും എല്ലാ വൂണ്ടിനും അപ്ലിക്കബിൾ അല്ല. ദാറ്റ്സ് അവർ മെഡിക്കൽ നോളജ്. അപ്പൊ ഓരോ വൂണ്ടിനും ഓരോ ടൈപ്പ് ഡ്രസ്സിംഗ് ആണ്. ദാറ്റ്സ് വാട്ട് ദേ ആർ ഡിസ്ക്രൈബിംഗ് ഇൻ ടെക്സ്റ്റ് ഡി. ഓക്കെ, സോ എന്നിട്ട് ഇപ്പുറത്ത് നോക്കിയേ, ഇവിടെ വീണ്ടും അവർ certain സബ് പോയിന്റ്സ് തരുന്നുണ്ട്. ദാറ്റ് ഈസ് അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ്. കറക്റ്റ്? അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ്. അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ്. അപ്പൊ ഓരോ ഡ്രസ്സിങ്ങിനും ഉള്ള എന്തൊക്കെ ഗുണങ്ങളാണ് ഓരോ ഡ്രസ്സിങ്ങിനും ഉള്ളത്, ആൻഡ് എന്തൊക്കെ കുഴപ്പങ്ങളാണ് ഓരോ ഡ്രസ്സിങ്ങിനും ഉള്ളത്. ഇതാണ് നമ്മൾ എന്തിൽ പിന്നെ കാണാൻ പോകുന്നത്, ടെക്സ്റ്റ് ഡി. ഓക്കെ, ഇനി നിങ്ങൾ എല്ലാവരും 1 സെക്കൻഡ് കണ്ണടച്ച് ഇതൊക്കെ നിങ്ങൾക്ക് റിവൈൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിയേ. 1 സെക്കൻഡ് നമുക്ക് ഇതെല്ലാം മെമ്മറൈസ് ചെയ്യാൻ പറ്റും. അത് മലയാളത്തിൽ തന്നെ മെമ്മറൈസ് ചെയ്യണം കേട്ടോ.
ദാറ്റ് ഈസ് എന്തിനാ ഞാൻ മലയാളത്തിൽ തന്നെ എന്ന് പറയുന്നത്, ബിക്കോസ് ദാറ്റ് ഈസ് ദ ഫുൾ അണ്ടർസ്റ്റാൻഡിങ്. സോ ടെക്സ്റ്റ് എ എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് ഡയബറ്റിക് ഫുഡ് അൾസേഴ്സ്, പല വിധത്തിലുള്ള ഡയബറ്റിക് ഫുഡ് അൾസേഴ്സിനെ കുറിച്ച് തരുന്ന ഇൻഫർമേഷൻ ആണ്. ടെക്സ്റ്റ് ബി എന്ന് പറയുമ്പോൾ ഡ്രസ്സിംഗ് ചെയ്യുമ്പോൾ, ഈ ഡയബറ്റിക് ഫുഡ് അൾസറിൽ ഡ്രസ്സിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ദാറ്റ് ഈസ് ടെക്സ്റ്റ് ബി. വളരെ കാമായിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. ആൻഡ് ടെക്സ്റ്റ് സി സേസ് debridement of diabetic foot ulcers. So any questions comes related to പിന്നെ debridement of foot ulcers, ഞാൻ ടെക്സ്റ്റ് സിയിലോട്ട് പോണം, അതാണ് നമ്മൾ പഠിക്കുന്നത്. ടെക്സ്റ്റ് ഡി പറയുന്നത് ടൈപ്സ് ഓഫ് ഡ്രസ്സിംഗ്, പല വിധത്തിലുള്ള ഡ്രസ്സിംഗ് ഉണ്ട്. അതിൽ ഡയബറ്റിക് ഫുഡ് അൾസേഴ്സിന് അപ്രോപ്രിയേറ്റ് ആയിട്ട്, ഡിഫറെന്റ് ടൈപ്സിലുള്ള ഡയബറ്റിക് ഫുഡ് അൾസേഴ്സിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഡ്രസ്സിങ്ങും അവരുടെ ഗുണങ്ങളും പിന്നെ അവരുടെ ദോഷങ്ങളും, ഇതൊക്കെയാണ് ടെക്സ്റ്റ് ഡി പറയുന്നത്. എല്ലാവർക്കും കിട്ടിയോ ഈ ഒരു കൺസെപ്റ്റ്? വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അപ്പോ ഇത്രയും നമുക്ക് ഇനി ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കൂടുതൽ തപ്പാനൊന്നും പോണ്ട. ഇത്രയും നമ്മൾ സ്കിം ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ നമ്മുടെ മനസ്സിൽ നന്നായിട്ടുണ്ട് ഓരോ പാരഗ്രാഫും എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അവിടെ നിന്നോളൂ. ഇനി നമ്മള് പിന്നെ അപ്പൊ എല്ലാരോടും ഞാൻ ഇപ്പൊ നമ്മൾ ടെക്സ്റ്റ് തൽക്കാലം അങ്ങോട്ട് മാറ്റാൻ പോവാണ്. നമ്മള് പതുക്കെ എന്താണ് പിന്നെ ഇതിന്റെ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് എടുക്കാൻ വേണ്ടി പോവാണ്. എല്ലാരും ശ്രദ്ധിക്കണം. പിന്നെ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് നോക്കിയേ. അപ്പോ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റില് നമ്മള് ഓരോ ഇതും, ഇനി നമ്മൾ ടെക്സ്റ്റിലോട്ട് പോകുന്നില്ല. ഐ ജസ്റ്റ് വാണ്ടഡ് ടു സീ ഹൗ ക്യാൻ യു ആൻസർ ഈച്ച് ക്വസ്റ്റ്യൻ. ഓക്കെ, എല്ലാരും കൂടെ തന്നെ നിൽക്കുക. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്കറിയാം, പിന്നെ 3 ടൈപ്സ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അത് നിങ്ങൾ ഓരോരുത്തരും ഏത് മെത്തേഡാണ് ഫോളോ ചെയ്യുന്നതെന്നുള്ളത് ഇപ്പൊ എനിക്ക് അറിയത്തില്ല. പക്ഷെ ഐ ഓൾവേസ് റെക്കമെൻഡ് ഓൾ ദി സ്റ്റുഡൻസ് ടു ഡു അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ പാറ്റേൺ ഓർ ക്വസ്റ്റ്യൻ സീക്വൻസ്. എന്താണെന്നറിയാമോ, നമ്മൾ ചിലവര് 8 to 20 ചെയ്യുന്നവരുണ്ടാവും, അല്ലെ 7 to 20 ചെയ്തിട്ട് പിന്നീട് 1 to 7 വരുന്നവരുണ്ടാവും. പക്ഷേ അതൊരിക്കലും ഒരു അഡ്വൈസബിൾ മെത്തേഡ് അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ബിക്കോസ് 1 to 6 ക്വസ്റ്റ്യൻ OET-ക്കാര് ഈ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യാൻ കാരണം എന്താണെന്നറിയാമോ, എല്ലാ പാരഗ്രാഫിനെ കുറിച്ചും നിങ്ങൾക്കൊരു ഐഡിയ തരാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ അവര് പിന്നെ ഡെവലപ്പ് ചെയ്തേക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെയൊക്കെ റിഗ്രറ്റ് അല്ലെ അതിനെയൊക്കെ എന്താ പറയണ്ടേ, ഒരു നെവർ മൈൻഡ് ആയിട്ട് നമ്മൾ നേരെ അതായത് അതിന്റെ ഡിഫിക്കൽട്ട് പോർഷനിലോട്ടാണ് നമ്മൾ പോകുന്നത്. ആൻഡ് അതൊരു നല്ല മെത്തേഡ് അല്ലെന്നാണ്. പക്ഷെ ഇപ്പോൾ എക്സാം എഴുതാൻ അടുത്ത ആഴ്ചയൊക്കെ എക്സാം എഴുതാൻ പോകുന്നവര് ഒരു കാരണവശാലും അവരിപ്പൊ പ്രാക്ടീസ് ചെയ്യുന്നത് മാറ്റി പിടിക്കരുത്, കാരണം അത് സ്പീഡിനെ ബാധിക്കും. പക്ഷെ ബിഗിനേഴ്സിനോട് ഒരു റിക്വസ്റ്റ്, ഫസ്റ്റ് ആദ്യം നിങ്ങൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക, സെക്കൻഡ് ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ ടിൽ 20 വരെ അങ്ങനെ തന്നെ പോകുന്ന പാറ്റേണിലാണ് എപ്പോഴും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കമ്മിങ് ടു എല്ലാവർക്കും ക്വസ്റ്റ്യൻ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഓരോരാൾ പറഞ്ഞാൽ മതിയെ. ഹൗ ഓഫൺ ടു ചേഞ്ച് എ ഡ്രസ്സിംഗ്? എന്താണ് അതിന്റെ മലയാളം മീനിങ്? ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരൊക്കെ ഇച്ചിരി സമയം എടുത്ത് തന്നെ ചെയ്തോട്ടോ. ക്വസ്റ്റ്യനും ബുക്ക്ലെറ്റ് ഒരുപോലെ ആൻസർ മനസ്സിലാക്കുന്ന രീതിയിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഹൗ ഓഫൺ ടു ചേഞ്ച് എ ഡ്രസ്സിംഗ്, എത്ര ഇടവിട്ട് ഒരു ഡ്രസ്സിംഗ് ചേഞ്ച് ചെയ്യണം? അല്ലെ, എന്നോടാണോ? എത്ര ഇടവിട്ട് ഒരു ക്വസ്റ്റ്യൻ പിന്നെ ഒരു ഡ്രസ്സിംഗ് ചേഞ്ച് ചെയ്യണം എന്നാണ്. ഓക്കെ, അങ്ങനെ വരുമ്പോ who can say the answer? What do you think? നമ്മൾ ടെക്സ്റ്റ് ഒന്നും ഇപ്പൊ കാണുന്നില്ല. വിത്തൗട്ട് ലുക്കിംഗ് അറ്റ് ദ ടെക്സ്റ്റ് ആർക്കൊരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം? ബി ആണോ ഡി ആണോ പറഞ്ഞേ? ബി ഫോർ ബോൾ ആണോ? B for ball. Yes. B. All of you say B because എന്തുകൊണ്ടാ നിങ്ങൾ ആ ഒരു ആൻസർ പറയാനുള്ള കാരണം? അവിടെയാണ് കൂടുതലും ഡ്രസ്സിനെ കുറിച്ച് പറയണത്, എങ്ങനെയൊക്കെയാ ചെയ്യേണ്ടത്. അതെ, ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറയുന്നത് അവിടെയാണ്. അതാണ് കറക്റ്റ് ആൻസർ.
പിന്നെ ഹൗ ഓഫൺ, അതായത് ഈ ഡ്രസ്സിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് അവിടെയാണ് ഏറ്റവും കൂടുതൽ തന്നേക്കുന്നത് അല്ലെ, ഇൻഫർമേഷൻ തന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കത് കൺഫ്യൂഷൻ ഇല്ല. വി വിൽ ബി ഗോയിങ് വിത്ത് ടെക്സ്റ്റ്. എന്താണ് ബി എന്ന ആൻസർ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുത്തു. ഓക്കെ, അവിടെ നിന്നോട്ടെ. ഇനി ഗോ ടു ക്വസ്റ്റ്യൻ നമ്പർ 4. ക്വസ്റ്റ്യൻ നമ്പർ 4 പോയേ. എന്താണ് അതിന്റെ ആൻസർ? The need to monitor a wound. The need to monitor a wound. എന്തായിരിക്കും ആൻസർ? The need to monitor a wound. സി ആണോ? എ ആണോ? ബി. ബി മാം. ബി. അത് ബി ആണ് മാം. ബി ആണ്. ഓക്കെ, ഇനി നമുക്ക് അനലൈസ് ചെയ്യാം. ബിക്കോസ് 2-3 പേര് അത് തെറ്റിച്ചു. ഓക്കെ, അതെന്താ അറിയോ? ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയില്ല. ഞാൻ ഇപ്രാവശ്യം മനഃപൂർവ്വമാണ് അതിന്റെ മലയാളം പറയാതിരുന്നത്. നീഡ് ടു മോണിറ്റർ. നീഡ് ടു മോണിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വൂണ്ട് എങ്ങനെയാണ് നമ്മൾ മോണിറ്റർ ചെയ്യേണ്ടത് അല്ലെ, നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? വൂണ്ട് ഒബ്സർവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഡ്രസ്സിങ് മാറ്റിയാലാണ് വൂണ്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോ വൂണ്ട് ഓപ്പൺ ചെയ്യുന്നതും ഡ്രസ്സിങ്ങും റിലേറ്റഡ്. ഇനി നേരെ പറഞ്ഞവരോട് ഒരു ചോദ്യം. ടൈപ്സ് ഓഫ് ഫുഡ് അൾസേഴ്സിൽ വൂണ്ട് മോണിറ്ററിങ് വരുമോ? പറഞ്ഞവര് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വൂണ്ട് മോണിറ്റർ മോണിറ്ററിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ചിലപ്പോൾ ഡെയിലി മോണിറ്റർ ചെയ്യേണ്ട വൂണ്ട് ഉണ്ടാവും, ചിലപ്പോ once in 3 days മോണിറ്റർ ചെയ്യേണ്ട വൂണ്ട് ഉണ്ടാവും, ചില വൂണ്ടുകൾ നിങ്ങൾക്കറിയാം once in 7 days മോണിറ്റർ ചെയ്യേണ്ട വൂണ്ട് ഉണ്ടാവും. യു നോ ഓൾ ദീസ് തിങ്സ് റൈറ്റ്? നമുക്കറിയാം പ്രഷർ അൾസർ ഒക്കെ നമ്മൾ ഡിയോഡം പാച്ച് ഒക്കെ വെക്കുവാണെങ്കിൽ വി വിൽ ബി മോണിറ്ററിംഗ് ദാറ്റ് കൈൻഡ് ഓഫ് വൂണ്ട് once in 7 days അല്ലെ? അപ്പൊ ആ ഇൻസ്ട്രക്ഷൻ എവിടെയാ കിട്ടുന്നേ? വൂണ്ട് ഡ്രസ്സിങ്ങിനകത്ത്. വൂണ്ട് ഡ്രസ്സിങ്ങിനകത്ത്. അപ്പൊ അത് എവിടെയായുള്ളേ? അത് ബിയില്. ബിനകത്ത്. സോ നമുക്ക് കിട്ടുന്നത് അത് ബിനകത്താണ്. സോ ആ ബി എങ്ങനെയാ നമ്മൾ എഴുതും? പിന്നെ ബിയിലാണ് നമുക്ക് മോണിറ്റർ. എനിവേ നിങ്ങൾക്ക് നമുക്ക് ടെക്സ്റ്റുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്യാം, ഡോണ്ട് വറി. ഇനി നിങ്ങൾ നോക്കിയേ, ഇനി ശരിക്കും ശ്രദ്ധിക്കണേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ, മലയാളം മീനിങ് നോക്കണം. എൻഷുറിംഗ് ദ പേഷ്യൻസ് അണ്ടർസ്റ്റാൻഡ് ദ consequences of tissue removal. Ensuring, make sure that the patient is understanding the consequences of tissue removal. Where it could be? Malayalam C. എവിടുന്ന് കിട്ടി? Tissue removal indicates, എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? Yes. Tissue removal indicates debridement, right? അപ്പോ പേഷ്യന്റിന് ഡിബ്രൈഡ്മെന്റിനെ കുറിച്ച് ഫുള്ളായിട്ട് പറഞ്ഞു കൊടുക്കണം എന്ന് പറയുന്നത് നമുക്ക് കൺഫ്യൂഷനേ വേണ്ട. ഇറ്റ്സ് ഓൾ അബൌട്ട് വാട്ട് ഈസ് ദെയർ ഇൻ ടെക്സ്റ്റ് സി. ഡിബ്രൈഡ്മെന്റിനെ കുറിച്ച് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ടെക്സ്റ്റ് സി ആന്ന് നമ്മൾ ഓൾറെഡി മേക്ക് ഷുവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് അതിൽ കൺഫ്യൂഷൻ ഇല്ല. അപ്പോ അതുകൊണ്ട് തന്നെ പിന്നെ വേറൊരു കാര്യം കൂടി നിങ്ങൾ ഓർത്താൽ നല്ലത്, എൻഷുർ പേഷ്യൻസ് അണ്ടർസ്റ്റാൻഡ് എന്ന് പറയുന്നത് എന്താണ്? കൺസെന്റ് ഒബ്റ്റെയിൻ ചെയ്യുന്നതിനെയാണ്. അപ്പൊ അത് ആ പെർട്ടിക്കുലർ സെന്റൻസ് തന്നെയാണ് നമ്മൾ ലാസ്റ്റ് ലൈനിൽ വായിച്ചത്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഓർക്കുന്നുണ്ടോ? കൺസെന്റ് എടുക്കാനായിട്ട് അതാണ്. അപ്പോ എൻഷുർ പേഷ്യൻസ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് കൺസെന്റ് എടുക്കലാണ്. അത് ടിഷ്യൂ റിമൂവലിന് വേണ്ടിയിട്ടുള്ള കൺസെന്റ് എടുക്കുന്നതിനെ കുറിച്ചാണ് അവർ സംസാരിക്കുന്നത്. ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് എന്താണ് ഇറ്റ്സ് വി ക്യാൻ കൺസിഡർ ഇറ്റ് ഈസ് ഇൻ ദ ടെക്സ്റ്റ് സി. ഓക്കെ, സി ഫോർ കാറ്റ്. ഓക്കെ, ഫൈൻ. ഇനി നോക്കിയേ ക്വസ്റ്റ്യൻ നമ്പർ 5 ഒന്ന് നോക്കിക്കേ. How common each kind of DFU is? How common, ആ സെന്റൻസ് ഒന്ന് നോക്കിക്കോണേ. How common each kind of DFU is? Each kind of DFU is. What it indicates? എന്താണ് അത് അർത്ഥാക്കുന്നത്? ടൈപ്സ് Yeah, types of
DFU. Kind of DFU എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് DFU എന്നുള്ളതാണ്. ഹൗ കോമൺ എന്നുള്ളത് നമ്മൾ ആ ന്യൂമറിക്കൽ ഡാറ്റ അവിടെ ഹൈലൈറ്റ് ചെയ്ത് വെച്ചത് ഓർക്കുന്നുണ്ടോ? 15%, 50% ഒക്കെ ഹൈലൈറ്റ് ചെയ്ത്. സോ എത്രമാത്രം കോമൺ ആണ്, അതിന്റെ പ്രിവെയിലൻസ് എത്രമാത്രം ഉണ്ട് എന്നുള്ളതാണ് അത്. സോ ഹൗ കോമൺ പ്രിവെയിലൻസ് പറഞ്ഞേക്കുന്നത് ഓരോ ടൈപ്സ് ഓഫ് ഡയബറ്റിക് ഫുഡ് അൾസറും എത്രമാത്രം കോമൺ ആണ് എന്നുള്ളത് ഇറ്റ്സ് എക്സ്പ്ലെയിൻഡ് ഇൻ ടെക്സ്റ്റ് എ. യു ആർ കറക്റ്റ്. ഫൈനലി നമുക്ക് അടുത്തത് എന്താണ്? ഓക്കെ, ഇനി തേർഡ് വൺ ഒന്ന് നോക്കിയാൽ നിങ്ങളെ ഞാനൊന്ന് ഷഫിൾ ചെയ്യിപ്പിച്ചതാണ്. തേർഡ് വൺ, റീസൺ ഫോർ നോട്ട് ചൂസിങ് സർട്ടൈൻ പ്രോഡക്ട്സ്. Reason for not choosing certain products. Certain products. D, ma'am. D, right? D for delta, D. correct? D alle? D, ma'am. Yes. D. സോ നോക്കിയേ, റീസൺസ് ഫോർ നോട്ട് ചൂസ്. എന്തുകൊണ്ടാണ് ഡി? നമ്മൾ പ്രൊഡക്റ്റ്, അതായത് ഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റ്, അതായത് നമ്മൾ നേരത്തെ സെലക്ട് ചെയ്തു ഹൈഡ്രോകോളൈഡ്, ആൽജിനേറ്റ്, മറ്റേ ഫോം, പിന്നെ എന്താണ് നമ്മുടെ ഹൈഡ്രോജെൽ, ഇതൊക്കെ നമ്മൾ കണ്ടത്. ദീസ് ആർ ദ പ്രൊഡക്ട്സ് യൂസ്ഡ് ഫോർ ഡ്രസ്സിങ്. അപ്പൊ പ്രൊഡക്ട്സിനെ കുറിച്ച് അവർ എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത് ദാറ്റ് ഈസ് ദെയർ ഇൻ ടെക്സ്റ്റ് ഡി. സോ വി ക്യാൻ നമുക്ക് കണ്ണും പൂട്ടി എഴുതാൻ പറ്റും എവിടെ? ടെക്സ്റ്റ് ഡി ആണ് തേർഡിന്റെ ആൻസർ എന്ന്. കറക്റ്റ്, എല്ലാം അത് തന്നെയാണ്. ഓക്കെ, ഇനി നോക്കണേ. അപ്പൊ അതും കിട്ടി നിങ്ങൾക്ക്. ഇനി ഫൈനൽ വൺ, ഒറ്റൊരു ടൈപ്പും കൂടിയേ ഉള്ളൂ. ഹൗ ഗുഡ് ഡ്രസ്സിംഗ് ഈസ് അറ്റ് സോക്കിംഗ് അപ്പ് ഫ്ലൂയിഡ്. ഹൗ D. Yes. Delta, right? How good a dressing. How good a dressing. It means a product used for dressing. At soaking up. Soaking up എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. അബ്സോർബിൾ ഡ്രസ്സിംഗ്, നോൺ അബ്സോർബിൾ ടൈപ്സ് ഓഫ് ഡ്രസ്സിംഗിൽ നമുക്കറിയാം. അബ്സോർബിൾ ഏതാണ്? അപ്പൊ ടൈപ്സ് ഓഫ് ഡ്രസ്സിംഗിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും അവർ പറഞ്ഞിട്ടുണ്ട്. എത്രമാത്രം അത് സോക്ക് ചെയ്യുമ്പോൾ, അത് പിന്നെ ചില ഡ്രസ്സിങ്ങുകൾ അത് സോക്കിംഗ് അബ്സോർബ് ചെയ്യുക, അല്ലെങ്കിൽ സോക്കിങ്ങിന് വേണ്ടിയിട്ട് എത്രമാത്രം സോക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നുള്ള നറേഷൻ തന്നേക്കുന്നത് ദാറ്റ് ഈസ് ദെയർ ഇൻ ടെക്സ്റ്റ് ഡി. കൺഫ്യൂഷൻ ഉണ്ടോ അതിനകത്ത്? ടെക്സ്റ്റ് ഡിയിൽ ഉണ്ടോ? കൺഫ്യൂഷൻ ഉണ്ടോ ആർക്കേലും? ഒന്ന് അതിന്റെ മലയാളം മനസ്സിലാക്കുക. ഹൗ ഗുഡ് എ ഡ്രസ്സിങ്, ഒരു ഡ്രസ്സിങ് എത്രമാത്രം നല്ലതാണ് പിന്നെ ഫ്ലൂയിഡിനെ അബ്സോർബ് ചെയ്യാൻ. ഓക്കെ, കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഡോണ്ട് വറി, നമുക്ക് ജസ്റ്റ് ഇതിനകത്തോട്ടൊന്ന് പോയി നോക്കാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ടെക്സ്റ്റ് ഡിയിലേക്ക് ഞാൻ കാണിച്ചു തരാം. ടെക്സ്റ്റ് നോക്കിയേ, അതായത് ഇത് കണ്ടോ? പിന്നെ ഇത് ഓക്കെ, ഇത് കണ്ടോ നിങ്ങള്? പിന്നെ ടെക്സ്റ്റ് ഡിയില് നമ്മൾ അബ്സോർബന്റ് കണ്ടോ? ഞാൻ മാർക്ക് ചെയ്ത് തരാം. അബ്സോർബന്റ് കണ്ടോ? ഞാൻ മാർക്ക് ചെയ്യുന്നത് കണ്ടോ? ഗുഡ് അബ്സോർബൻസി. അടുത്തത് കണ്ടോ? മനസ്സിലായി? അങ്ങനെ ഒരു ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ അവിടെ സമയം കളയരുത്. അബ്സോർബന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾ അബൌട്ട് സോക്കിംഗ് അപ്പ് എന്നാണ് മീനിങ്. അതായത് എന്തുമാത്രം ഫ്ലൂയിഡിനെ സോക്ക് ചെയ്യുക, അല്ലെ ഫ്ലൂയിഡ് അക്കോമുലേറ്റ് ചെയ്യുക, വലിച്ചെടുക്കുക. ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു ഒന്ന് മൈക്ക് ടേൺ ഓഫ് ചെയ്ത് വെക്കണേ, ആരുടെയോ ഒരു മൈക്ക്. ഓക്കെ, സോ അബ്സോർബന്റ് എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് മീൻസ് ഇതെന്താണ്? എത്രമാത്രം ഇതിനെ സോക്ക് ചെയ്ത് ഈ പിന്നെ ഈ ഇത് വലിച്ചെടുക്കാനുള്ള കഴിവ്. അപ്പൊ നോക്കുമ്പോ എത്ര ടൈപ്പിൽ അതുണ്ട് നോക്കിയാൽ, ഹൈഡ്രോക്ലോയിഡിലുണ്ട്, ഹൈഡ്രോജെല്ലിലുണ്ട്, ആൻഡ് ഇറ്റ്സ് ഗുഡ് ഇൻ ഫോംസ്. മനസ്സിലായോ? അപ്പൊ ഈ ടൈപ്പിലെല്ലാം എന്താ പറയണ്ടേ? ഈ ക്വാളിറ്റി ഒത്തിരി ഉള്ള പ്രോഡക്റ്റ് ആണ്. ഇപ്പൊ കൺഫ്യൂഷൻ മാറിയോ? മാറി. ഓക്കെ,
അപ്പൊ അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എപ്പോഴും. അപ്പൊ അങ്ങനെ പിന്നെ വേറൊരു കാര്യം, എപ്പോഴെങ്കിലും സംശയം വരുന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ അത് പിന്നെ വെച്ചോണ്ടിരിക്കരുത്. ഒരു കാരണവശാലും അതിനെ സ്കിപ്പ് ചെയ്യാനുള്ള ധൈര്യം കാണിക്കുക. ഒരു കാരണവശാലും ആലോചിച്ച് ഏതെങ്കിലും 2 പാരഗ്രാഫ് തമ്മിൽ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ യു മേ പ്ലീസ് സ്കിപ്പ് ദാറ്റ് ക്വസ്റ്റ്യൻ. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് അതിന്റെ അടുത്തോട്ട് വരാം. ഇഷ്ടം പോലെ സമയം നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ആ രീതി, കാരണം നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ അപ്രോക്സിമേറ്റ്ലി 45 സെക്കൻഡ്സ് ആണ്. ഇപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്തതൊന്നും ഒരു മിനിമം ഒരു 2 സെക്കൻഡ്സ് പോലും എടുത്തിട്ടുണ്ടാവില്ല. വളരെ ടക്കാന്ന് നമ്മൾ ആൻസർ ചെയ്തു. അപ്പൊ ആ സമയം എല്ലാം അവിടെ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പേടിക്കുക. പക്ഷെ കൺഫ്യൂഷൻ വന്ന് അവിടെ സ്റ്റക്കായി കഴിഞ്ഞാൽ ചിലപ്പോൾ സമയം ഇങ്ങനെ പോകുന്നത് നിങ്ങൾ ഓർത്തിരിക്കില്ല. അപ്പൊ നമ്മൾ സ്കിപ്പ് ചെയ്യാനുള്ള ധൈര്യം കാണിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പൊ കണ്ട് ഇനി നോക്കിയേ, ഈ 6 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് 4 ടെക്സ്റ്റിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻ ഒന്നുകൂടി തറവായില്ലേ? നിങ്ങൾ ആ 6 ടെക്സ്റ്റിൽ നിന്നും കണ്ടുപിടിക്കാനുള്ള ആൻസർ ഇവർ ചോദിച്ചിരിക്കും. 1 to 7 എപ്പോഴും 4 ടെക്സ്റ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പൊ ഇത് ചെയ്യുന്നതിലൂടെ 4 ടെക്സ്റ്റും നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റി. അതുകൊണ്ട് ഈ മെത്തേഡ് തന്നെ ഓപ്റ്റ് ചെയ്യുക. നിങ്ങൾ അത് ചെയ്തു വെച്ചു. നൗ ഇനി നമുക്ക് പതുക്കെ അടുത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ഇപ്പൊ ചെയ്ത ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് മാച്ചിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ. ബിഗിനേഴ്സിന് വേണ്ടി പറയുന്നതാണ് മാച്ചിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ. അതായത് ഒരു പെർട്ടിക്കുലർ ഇൻഫർമേഷൻ തരുന്നു, അത് ഏത് ടെക്സ്റ്റിലാണ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ പറയുന്ന ടെക്സ്റ്റ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ എ ആണെങ്കിൽ ഇവിടെ എ എന്ന് ടൈപ്പ് ചെയ്യണം. ദാറ്റ്സ് ഇറ്റ്. മനസ്സിലായില്ലേ? അപ്പൊ എ എന്ന് ടൈപ്പ് ചെയ്യുവാണ് നമ്മൾ അവിടെ വേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ. അപ്പൊ ടെക്സ്റ്റ് എ എന്നൊന്നും എഴുതണ്ട കേട്ടോ, വെറും എ. ടെക്സ്റ്റ് എയിലാണെങ്കിൽ എ, ടെക്സ്റ്റ് ബിയിലാണെങ്കിൽ ബി. ഒരൊറ്റ ടെക്സ്റ്റേ ആൻസർ ആയിട്ട് ഉണ്ടാവുള്ളൂ. ഒരിക്കലും 2 ടെക്സ്റ്റിലെ എ ആൻഡ് ബി എന്ന് എഴുതി വെക്കാനുള്ള ഒരു ആൻസർ ഉണ്ടാവത്തേ ഇല്ല. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഏതെങ്കിലും ഒരു ടെക്സ്റ്റിലുള്ള ഇൻഫർമേഷനെ അവർ ചോദിക്കുള്ളൂ. ഞാൻ ചിലത് പറയുന്നത് നമ്മുടെ കുട്ടികൾ വരുത്തുന്ന മിസ്റ്റേക്കിനെയും കൂടി ഫോക്കസ് ചെയ്താണ്. അപ്പൊ നിങ്ങൾ ആരും ആ മിസ്റ്റേക്ക് ചെയ്യരുത്. അപ്പൊ നമ്മൾ ഇത്രയും 1 to 6 ക്വസ്റ്റ്യൻ പഠിച്ചപ്പോ എന്ത് മനസ്സിലായി? ഓരോ ടെക്സ്റ്റും എന്തിനെ കുറിച്ചാണെന്ന് മനസ്സിലായി. അതുപോലെ എങ്ങനെയാണ് ആൻസർ ചെയ്യണ്ടേ എന്ന് മനസ്സിലായി. നമ്മൾ എടുത്ത സമയവും ഹാർഡ്ലി, നിങ്ങൾ നേരെ ഞാൻ എക്സ്പ്ലനേഷൻ ഇല്ലാതെ ചെയ്യുവാണെങ്കിൽ ഹാർഡ്ലി നിങ്ങൾ ഒരു 3 മിനിറ്റിനുള്ളിൽ, 3 മിനിറ്റ് പോലും വേണ്ട, പിന്നെ 2 മിനിറ്റിനുള്ളിൽ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും 1 to 7. ഇനി നമുക്ക് ബാക്കിയുള്ള സമയം ഫോക്കസ് ചെയ്യാനുള്ളത് 7 to 20 ആണ്. അതില് 7 to 14 എന്ന് പറയുന്നത് ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ കറക്റ്റ് ശ്രദ്ധിക്കണം. എല്ലാവരും ആൻസർ കണ്ടെത്തിയാലും ചില കുട്ടികൾക്ക് തെറ്റ് വരുത്താറുണ്ട്. ദോസ് ഹു ആർ പ്രാക്ടീസിങ് ഓൾറെഡി ദേ വിൽ ബി വെരി വെൽ അവെയർ ഓഫ് ഇറ്റ്. അതായത് ചിലപ്പോ ആൻസർ എഴുതും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് 7ാമത്തെ ക്വസ്റ്റ്യൻ എന്റെ കൂടെ ഒന്ന് നിങ്ങൾ വായിച്ചേ. What kind of dressing? What kind of DFU is it if a patient has lost all sensation? A, ma'am. ഏതാണ്? ആദ്യം ടെക്സ്റ്റ് ഐഡന്റിഫൈ ചെയ്യൂ. Text A. Text A. What kind of DFU? Okay. What kind of DFU? ഇനി ഈ കൈൻഡ് ഓഫ് ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കണേ. കൈൻഡ് ഓഫ് എനിക്കത് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. What kind of DFU is a patient has lost all sensation? All sensation. അപ്പൊ നമ്മൾ ഇവിടെ വേണ്ടത് എന്താണ്? ഓൾ സെൻസേഷൻ. നിങ്ങൾ നോക്കിയേ, ഒരു സെൻസേഷനും ഇല്ലാത്ത, അല്ലെ? അതായത് പിന്നെ എന്ത് ടൈപ്പ് DFU, അവിടെ വാട്ടല്ല ഹൈലൈറ്റ് ചെയ്യേണ്ടത്. കൈൻഡ് ഓഫ് DFU എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈപ്സ് ഓഫ് DFU. If a patient has lost all sensation. Type of DFU if a patient has lost all sensation. ഇതാണ് നമ്മുടെ ഹൈലൈറ്റിംഗ് വേർഡ്.
അപ്പൊ നമ്മൾ ഏത് ടൈപ്പ് DFU ആണ് എന്നാണ് ഇവിടെ പിന്നെ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമ്മൾ പതുക്കെ നമ്മുടെ എന്താണ് ഇതൊന്ന് നോക്കാം, നമ്മുടെ ടെക്സ്റ്റ് ഒന്ന് നോക്കാം. അതിനകത്ത് ടെക്സ്റ്റ് ഒന്ന് നോക്കിയേ. നോക്കിയേ, നിങ്ങൾ പറഞ്ഞു എ ആണെന്ന്. സോ ഹൗ ക്യാൻ യു റിലേറ്റ് ദാറ്റ് ക്വസ്റ്റ്യൻ? ഓൾ സെൻസേഷൻ എന്നാണ്, അതായത് നോ സെൻസേഷൻ എന്നാണ്, ഹാസ് ലോസ്റ്റ് ഓൾ സെൻസേഷൻ. സോ നോക്കിയേ, ഈ ടെക്സ്റ്റ് എ ആണെന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തു. ടെക്സ്റ്റ് എയിൽ എവിടെയാണ്, വാട്ട് ടൈപ്പ് ഓഫ് DFU എവിടെയാണ് കിടക്കുന്നത് നോക്കിയേ. Sensory loss neuropathy. Sensory loss neuropathy. Yeah, lost all sensation. ഇവിടെ കൊടുത്തേക്കുന്ന എന്താണ്? സെൻസറി ലോസ്. മനസ്സിലായോ ഇപ്പൊ? യെസ്. അപ്പൊ നമ്മൾ എന്താ എഴുതുക? ആൻസർ എന്താ വരുക? വാട്ട് ടൈപ്പ് ഓഫ് DFU എന്നാണ്. എന്താ ആൻസർ എഴുതുക നേരം? ന്യൂറോപ്പതി. കിട്ടിയില്ലേ? ന്യൂറോപ്പതിക് എന്ന് മാത്രമേ, അല്ലാതെ നിങ്ങൾ ന്യൂറോപ്പതിക് ഡയബറ്റിക് ഫുഡ് അൾസർ എന്നൊന്നും എഴുതി വെച്ചേക്കരുത്. ഓൺലി വാട്ട് ടൈപ്പ് എന്നാണ് ചോദിച്ചത്. സോ ദ ആൻസർ വിൽ ബി ഓൺലി ന്യൂറോപ്പതിക്. വേറെ ഒന്ന് എന്തെങ്കിലും അതിന്റെ കൂട്ടത്തിൽ എഴുതിയാൽ നിങ്ങളുടെ മാർക്ക് പോകും. സോ ഇതാണ് ഷോർട്ട് ആൻസറിലും പിന്നെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരുന്ന കാര്യങ്ങൾ. പിടികിട്ടിയോ? അപ്പൊ നമ്മൾ ന്യൂറോപ്പതിക് എന്ന് അവിടെ പിടികിട്ടി. ആൻഡ് അടുത്തത് നോക്കിയേ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? പിന്നെ ഇനി ഞാൻ നിങ്ങളോട് അടുത്തത് 10th ക്വസ്റ്റ്യൻ ആണ് നോക്കാൻ പറയുന്നത്. ഇഫ് യു നീഡ് ടു ഫിൽ എ ക്യാവിറ്റി, വിച്ച് ഡ്രസ്സിങ്സ് ആർ ബെസ്റ്റ്? ആദ്യം ടെക്സ്റ്റ് ഐഡന്റിഫൈ ചെയ്യണേ. ദാറ്റ് ഈസ് ദ ടെക്നിക്. അപ്പൊ ഇഫ് യു നീഡ് ടു ഫിൽ എ ക്യാവിറ്റി അണ്ടർലൈൻ ചെയ്യാം. ഫിൽ എ ക്യാവിറ്റി, വിച്ച് ഡ്രസ്സിങ്, വിച്ച് ടൈപ്പ്, ഏത് ഡ്രസ്സിംഗ് ആണ്? ഏതായിരിക്കും ടെക്സ്റ്റ് വരുന്നത്? A, B, C or D? കൺഫ്യൂഷനേ ഇല്ല അല്ലെ? നമുക്ക് കൺഫ്യൂഷനേ ഇല്ല. നമുക്ക് ഓൾറെഡി കിട്ടി. ടൈപ്പ് ഓഫ് ഡ്രസ്സിംഗ് ആണ് ചോദിച്ചേക്കുന്നത്. ടൈപ്പ് ഓഫ് ഡ്രസ്സിംഗ് ചോദിച്ചത് കൊണ്ട് തന്നെ അത് ഏതാണ്? പിന്നെ ഡിയിലോട്ടാണ് പോകേണ്ടത്. ഇനി നമുക്ക് നോക്കാം. ഫില്ലെ ക്യാവിറ്റി ആണ് ചോദിച്ചേക്കുന്നത്. അത് മറക്കരുത്, നമ്മൾ ഫോക്കസ് ചെയ്തേക്കുന്ന മറക്കരുത്. ഫില്ലെ ക്യാവിറ്റി. ഇവിടെ നോക്കിയേ, ഫോർത്തില് ഫില്ലെ ക്യാവിറ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഏത് വേർഡാണുള്ളത്? നിങ്ങൾ കണ്ടുപിടിക്കൂ. ഡീപ് വൂണ്ട്. കിട്ടിയോ എല്ലാവർക്കും? കിട്ടിയോ? ഞാൻ മാർക്ക് ചെയ്യാം. ഹൈലി ആൽജിനേറ്റ്സ് ഒന്ന് നോക്കിയേ. ആൽജിനേറ്റ്, ഹൈലി അബ്സോർബന്റ്, ബാക്ടീരിയോസ്റ്റാറ്റിക്, യൂസ്ഫുൾ ഫോർ പാക്കിംഗ്. കിട്ടിയോ? യൂസ്ഫുൾ ഫോർ പാക്കിംഗ്. യൂസ്ഫുൾ ഫോർ പാക്കിംഗ്. പാക്കിംഗ് മീൻസ് വാട്ട്? നമ്മുടെ അവിടുത്തെ സിനോണിം എന്താ ചോദിച്ചേ? ഫില്ലിംഗ് എ ക്യാവിറ്റി. പാക്കിംഗ്, ഡീപ് വൂണ്ട്. ഡീപ് വൂണ്ട് എന്ന് പറയുമ്പോൾ ക്യാവിറ്റീനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ഫില്ലിംഗ്, പാക്കിംഗ്. സോ ആൻസർ കണ്ടുപിടിച്ചേ. ഏതാണ് ആൻസർ വരുന്നത്? വാട്ട് ടൈപ്പ് ഓഫ് ഡ്രസ്സിംഗ് ഈസ് യൂസ്ഡ്? Alginates. സോ സിമ്പിൾ അല്ലെ? അപ്പൊ നമ്മള് ടൈപ്പ് ഓഫ് ഡ്രസ്സിംഗ് ആണ്. പിന്നെന്താണ്? പിന്നെ നമ്മൾ ചെയ്യുന്നത് ഡീപ് ക്യാവിറ്റി ഫില്ലിംഗ് എന്നുള്ളതിന്റെ ഒരു സിനോണിമാണ് നമ്മുടെ കണ്ണിങ്ങനെ തപ്പുന്നത്. അതിനെയാണ് സ്കാനിങ് എന്ന് പറയുന്നത്. സോ നമ്മൾ നേരത്തെ സ്കിം ചെയ്ത് വെച്ചു, അതുകൊണ്ടാണ് നമ്മൾ ഡിയിലോട്ട് പോയത്. ഇനി നമ്മൾ ആ പെർട്ടിക്കുലർ കീവേഡ് ഇൻ ദ ക്വസ്റ്റ്യൻ, അതായത് ടൈപ്പ് ഓഫ് ഡ്രസ്സിംഗ് ആണ് വേണ്ടത്. ദാറ്റ് ഈസ് വൺ കീവേഡ്. സെക്കൻഡ് വൺ പിന്നെ പാക്കിംഗ് ക്യാവിറ്റി എന്നാണ് രണ്ടാമത്തെ കീവേഡ്. ആ വേർഡിനെ വെച്ചുകൊണ്ട് നമ്മൾ സ്കാൻ ചെയ്ത് പോവാണ് ഡിയിലേക്കൂടെ. അപ്പൊ നമുക്ക് കാണും പാക്കിംഗ് ഇറ്റ്സ് ഈക്വൽ ടു ഫില്ലിംഗ്. അത് കാണുമ്പോൾ നമ്മുടെ അവിടെ സ്റ്റോപ്പ് ചെയ്യുക, എന്നിട്ട് നേരെ പുറത്തിട്ട് ടൈപ്പ് ഓഫ് ഡ്രസ്സിംഗ്.
ഒന്നും കൂടി മേക്ക് ഷുവർ ചെയ്യുക ക്വസ്റ്റ്യൻ അത് തന്നെയാണോ ക്വസ്റ്റ്യൻ മീൻ ചെയ്തേക്കുന്നത് എന്നുള്ള മേക്ക് ഷുവർ ചെയ്യുക ആൻഡ് യു വിൽ ബി ഫൈൻഡിങ് ദ ആൻസർ ഫോർ ദാറ്റ്. കിട്ടിയില്ലേ? സിമ്പിൾ അല്ലേ? യെസ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാമേ. ഇത് നോക്കിയേ, 13th വൺ ഒരു ഡിഫറെന്റ് വൺ ആണ്. വിച്ച് ടു ടൈപ്സ് ഓഫ് DFU? വീണ്ടും ടൈപ്സ് ഓഫ് DFU അവിടെയാണ് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യേണ്ടത്. ടൈപ്സ് ഓഫ് DFU ആണ് നിങ്ങൾ ഹൈലൈറ്റിംഗ് വേർഡ്, അത് മാത്രം ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്. ടൈപ്സ് ഓഫ് DFU ഓഫൺ ഷോ സൈൻസ് ഓഫ് നെക്രോസിസ്. നെക്രോസിസ് കാണിക്കുന്ന ടൈപ്പ്, എത്ര ടൈപ്പ് ഡയബറ്റിക് ഫുഡ് അൾസർ ഉണ്ട്? ഏതൊക്കെ ടൈപ്പ് ഡയബറ്റിക് ഫുഡ് അൾസേഴ്സ് ആണ് നെക്രോസിസ്, സൈൻസ് ഓഫ് നെക്രോസിസ് കാണിക്കുന്നത്? ആദ്യം ഐഡന്റിഫൈ ചെയ്യൂ, ഏതാണ് പാരഗ്രാഫ് പോണ്ടേ എന്നുള്ളത്. നോ ക്വസ്റ്റ്യൻ, റൈറ്റ്? ഇറ്റ്സ് എ. അപ്പോ എയിൽ എവിടെയാ നമുക്ക് വരുന്നേന്ന് നോക്കാം. എ നോക്കിയേ നിങ്ങള്, പിന്നെ കീവേഡ് മനസ്സിൽ വെക്കണം. സോ ടൈപ്പ് ഓഫ് അൾസർ ആണ്, അത് വെച്ച് നമ്മൾ എന്ത് ചെയ്തു? പാരഗ്രാഫ് ഐഡന്റിഫൈ ചെയ്തു, ടെക്സ്റ്റ് എ ആണെന്ന് ഐഡന്റിഫൈ ചെയ്തു. ഇനി നമ്മൾ നോക്കുന്നത് നെക്രോസിസ്. നെക്രോസിസ് എവിടെയാ? സെർച്ച് ഫോർ ദ വേർഡ് നെക്രോസിസ്, അല്ലെങ്കിൽ ടിഷ്യൂ ലോസ്ന്നോ എന്തെങ്കിലും നെക്രോസിസിന്റെ സിനോണിമോ നെക്രോസിസോ നോക്കി പോവാം. ഇസ്കീമിക്. ആ, പിന്നെ എവിടെയെങ്കിലും കാണുന്നു? വെരി ഗുഡ്. അവിടെ നിങ്ങൾ അത് ശ്രദ്ധിക്കുന്നുണ്ടോ നോക്കാനാ ഞാൻ നിന്നേ. വിച്ച് ടൈപ്സ് പ്ലൂരൽ ആണ് ചോദിച്ചേക്കുന്നേ, ഓർക്കുന്നുണ്ടോ? വിച്ച് ടൈപ്സ് പ്ലൂരൽ ആണ്. അപ്പോ ഒന്ന് എഴുതി നിർത്തിയേക്കരുത്, അവിടെ രണ്ടെണ്ണം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഒന്നുകൂടി മേക്ക് ഷുവർ ചെയ്യുക, എവിടെയെങ്കിലും നെക്രോസിസ് വേറെ കാണുന്നുണ്ടോ നോക്കുമ്പത്തേന്. പിന്നെ ഇസ്കീമിക്കിലും ഉണ്ട്, ന്യൂറോ ഇസ്കീമിക്കിലും നെക്രോസിസ് ഉണ്ട്. പ്രോൺ ടു നെക്രോസിസ് ആണ് ന്യൂറോ ഇസ്കീമിക്കില്, പക്ഷെ ഇസ്കീമിക്കില് വെരി കോമൺ നെക്രോസിസ് ആണ്. നെക്രോസിസ് വളരെ കോമൺ ആണ്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ എങ്ങനെ നിങ്ങൾ എഴുതുക? ആൻസർ എങ്ങനെ എഴുതുക? എന്താ ആൻസർ? എന്താ? ഇസ്കീമിക് ആൻഡ് ന്യൂറോ ഇസ്കീമിക്. യെസ്, ഇസ്കീമിക് ആൻഡ് ന്യൂറോ ഇസ്കീമിക്, അങ്ങനെ തന്നെ വരണേ. രണ്ടും വരണം. ഓക്കെ, അപ്പൊ വേറെ ഒന്നും എഴുതരുത്. ആർ ടു ടൈപ്സ് ഓഫ് പിന്നെ DFU വിച്ച് ഷോസ് സൈൻസ് ഓഫ് നെക്രോസിസ് എന്നൊന്നും എഴുതിയേക്കരുത്. യു വിൽ ബി റൈറ്റിംഗ് ഓൺലി ഇസ്കീമിക് ആൻഡ് ന്യൂറോ ഇസ്കീമിക്, അത്രേ എഴുതണ്ട്, വേറെ ഒന്നും എഴുതരുത് കേട്ടോ. വേറെ എന്തെങ്കിലും എഴുതിയാൽ നിങ്ങളുടെ മാർക്ക് പോകും, അതാ ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. ഫൈൻ. ഇനി നമുക്ക്, അപ്പൊ ഇതാണ് എന്ത് ടൈപ്പ് ക്വസ്റ്റ്യൻ? പിന്നെ ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ. ഓഡിയോ ഒന്ന് ഓഫ് ആക്കണേ, ആരുടെ അറിയില്ല, ഡിസ്റ്റർബൻസ് ഉണ്ട്. ഓക്കെ, ഇനി അടുത്തത് ഇച്ചിരി കൂടി നിങ്ങൾ കെയർഫുൾ ആവണം. വെൻ യു ആൻസർ ദ ക്വസ്റ്റ്യൻ 15 to 20, that means fill in the blanks question, you should be very very careful about your answer. കാരണം ഒരു ആൻസർ നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾ തപ്പുമ്പോൾ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യന് മാച്ച് ചെയ്ത് ഒരു ആൻസർ കിട്ടും. ആ ആൻസർ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ ആ പെർട്ടിക്കുലർ ബ്ലാങ്ക് സ്പേസിൽ അത് എഴുതിയിട്ട് ഒന്നുകൂടി മേക്ക് ഷുവർ ചെയ്യണം ഇത് തന്നെയാണോ ആൻസർ എന്നുള്ളത്. ഓക്കെ, ആ സെന്റൻസുമായിട്ട് അത് മാച്ച് ആവുന്നുണ്ടോ എന്ന് നോക്കണം. കാരണം ചിലപ്പോ ഗ്രാമർ മിസ്റ്റേക്ക് കാരണം നിങ്ങളുടെ മാർക്ക് അവിടെ നഷ്ടപ്പെടാം. സോ പെട്ടെന്ന് ആൻസർ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ക്വസ്റ്റ്യൻ ആ ആൻസറുമായിട്ട് ഒന്ന് വായിച്ചു നോക്കുക. മാച്ച് ആണെങ്കിൽ പിന്നെ അതിനകത്തൊന്നും ചിന്തിക്കണ്ട, നിങ്ങൾക്ക് പിന്നെ ഡെഫിനറ്റ് ആയിട്ട് മൂവ് ഓൺ ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് നോക്കിയേ, നമുക്ക് ഏത് ക്വസ്റ്റ്യനാ? 15 ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ ഒന്ന് നോക്കാം. ചെക്ക് ദാറ്റ് ഡാഷ് വിൽ സ്റ്റിൽ ഗോ ഓൺ ആഫ്റ്റർ ദ ഡ്രസ്സിംഗ് ഹാസ് ബീൻ അപ്ലൈഡ്. സോ ചെക്ക് ദാറ്റ്, മേക്ക് ഷുവർ എന്നുള്ളതാണ്. സോ അസസ്, അതായത് ഡ്രസ്സിംഗ് കഴിഞ്ഞാലും ഡ്രസ്സിംഗ് ചെയ്തതിന് ശേഷം ഏതോ ഒരു കാര്യം സ്റ്റിൽ അത് ഓക്കെയാണ്, അത് ഇടാൻ അല്ലെ അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പിന്നീട് ഓക്കെയാണ്, അല്ലെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോവാൻ ഓക്കെയാണ്, അത് ഓക്കെ, അതായത് മുന്നോട്ട് പോവാൻ ഓക്കെ ആണോ എന്ന് മേക്ക് ഷുവർ ചെയ്യണം. എന്താണ് ഏത് പാരഗ്രാഫിലാണ് ഇത് ആൻസർ ആയിട്ട് വരാനുള്ള സാധ്യത? Dash will still go on after
ഡ്രസ്സിംഗ് ഹാസ് ബീൻ അപ്ലൈ. ഡ്രസ്സിംഗ് കഴിഞ്ഞതിന് ശേഷവും നിങ്ങൾ അസസ് ചെയ്യണം ഇത് പിന്നെ എന്താണ് ഇതുമായിട്ട് മുന്നോട്ട് പറ്റുമോ എന്നുള്ളത്. ഡ്രസ്സിങ്ങിന് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണോ? ആണോ മാം? ബി അല്ലേ പറഞ്ഞേ? ബി അല്ലേ പറഞ്ഞേ? ബി. ഓക്കെ, ബിയിൽ നമുക്ക് നോക്കാം എന്തിലാണ് നമ്മൾ മേക്ക് ഷുവർ ചെയ്യണ്ടേ എന്നുള്ളത്. അപ്പൊ ഡ്രസ്സിങ് കഴിഞ്ഞതിന് ശേഷം, അപ്ലൈ ചെയ്തതിന് ശേഷം ഇത് ഓക്കെ ആണോ എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നോക്കാം ബി എന്താണ്. ജസ്റ്റ് കണ്ണോടിച്ചു പോയേ. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ നോക്കട്ടെ. കിട്ടിയവർ ആൻസർ പറഞ്ഞോളൂ കേട്ടോ. ഫുട്വെയർ ആണോ മാം? എക്സാക്ട്ലി. സി, റിമെമ്പർ ദാറ്റ്. ആ ഫൈനൽ ബുള്ളറ്റ് പോയിന്റ് ഒന്ന് നോക്കിയേ. റിമെമ്പർ ദാറ്റ് footwear needs to accommodate any dressing. Accommodate. മനസ്സിലായോ? അക്കോമഡേറ്റ്, സ്റ്റിൽ ഗോ ഓൺ, സ്റ്റിൽ അത് ഇടാൻ പറ്റുമോ എന്നുള്ളത്, അതുമായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അതായത് നമ്മളിപ്പോ ഒരു ബൾക്കി ഡ്രസ്സിംഗ് ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാല് അവര് വരുമ്പോ ചിലപ്പോ ചെരുപ്പൊക്കെ ഇട്ടോണ്ടായിരിക്കും വന്നേക്കുന്നത്. അത് കഴിഞ്ഞ് നിങ്ങളുടെ ഡ്രസ്സിങ് കഴിയുമ്പോഴത്തേനും അതങ്ങ് ബൾക്കി ആണെങ്കിൽ ചെരുപ്പിടാൻ പറ്റാത്ത അവസ്ഥയാവും. സോ അത് മേക്ക് ഷുവർ ചെയ്യണം. റിമെമ്പർ ദാറ്റ് ഫുട്വെയർ നീഡ്സ് ടു അക്കോമഡേറ്റ് എനി ഡ്രസ്സിംഗ് എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. സോ ഇപ്പൊ ആൻസർ കിട്ടിയോ? സോ ദ ആൻസർ ചെക്ക് ദാറ്റ്, ക്വസ്റ്റ്യനുമായിട്ട് കമ്പയർ ചെയ്തേ. ചെക്ക് ദാറ്റ് ഫുട്വെയർ വിൽ സ്റ്റിൽ. ഇതാ ഞാൻ പറഞ്ഞത്. എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഫുട്വെയർ നീഡ്സ് ടു എന്താണ്? ഫുട്വെയർ, ചെക്ക് ദാറ്റ് footwear will still go on after the dressing has been applied. കിട്ടിയോ ആൻസർ എല്ലാവർക്കും? കിട്ടിയോ? യെസ്, ഫൈൻ. അപ്പൊ ഇവിടെ നോക്കേണ്ട വേറൊരു കാര്യം, ചെക്ക് ദാറ്റ് പിന്നെ എന്താണ്, ഒരു ഡാഷ് ആണ് അവിടെ കൊടുത്തേക്കുന്നത്. എന്തായാലും അതൊരു നൗൺ ആയിട്ട് വരും, ഒരു നാമമായിട്ട് വരും. ചെക്ക് ദാറ്റ് സംതിങ് ഈസ് സ്റ്റിൽ ഗോ ഓൺ. ഒരു വസ്തുവിന്റെ പേരാണെന്നുള്ളത് നമുക്ക് അണ്ടർസ്റ്റുഡ്. അറിയാതെ പോലും ഫുട്വെയറിന്റെ കൂട്ടത്തിൽ ആരും ചേർത്ത് എഴുതിയേക്കരുത്. ബിക്കോസ് ഇറ്റ് ഇസ് എൻ അൺകൗണ്ടബിൾ നൗൺ. അപ്പൊ അത് കൗണ്ടബിൾ ആയിരുന്നെങ്കിൽ നിങ്ങൾ ചേർത്ത് അവിടെ ആൻസർ എഴുതേണ്ടി വന്നേനെ. അപ്പൊ അൺകൗണ്ടബിൾ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ അവിടെ ആൻസർ ചേർത്ത് പോയേക്കരുത്, തെറ്റാവും. അതും കൂടി ഇതിന്റെ കൂടെ ഞാനൊന്ന് അഡപ്പ് ചെയ്ത്, നിങ്ങൾ ആരും ആ തെറ്റ് ആൻസർ പറഞ്ഞിട്ടില്ല, ബട്ട് സ്റ്റിൽ നിങ്ങളുടെ ശ്രദ്ധ അതിലും കൂടി ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി നോക്കിയേ, ഇനി അടുത്തത് നോക്കാം. ടു മെയിൻറ്റെയിൻ, അതെല്ലാം പിന്നെ അടുത്തത് ഇത് നോക്കിയേ. 18, you might need to involve in the patient. Okay, you might need to 18th question ഒന്ന് നോക്കിയേ. 18th question, you might need to involve a dash. ശ്രദ്ധിച്ചോണേ. You might need to involve a dash in the patient's care if you cannot detect a pulse in the foot. ഇതിന്റെ ആൻസർ ഏത്? അതായത് പൾസ് നിങ്ങൾക്ക്, ഫുഡ് പൾസ് നിങ്ങൾക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ ചിലപ്പോ ഒരാളെ ഈ കെയറിൽ ഉൾപ്പെടുത്തേണ്ടി വരും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഏത് പാരഗ്രാഫിലായിരിക്കും? സി ആണ് പറഞ്ഞത് അല്ലെ? ഓക്കെ, ഒരാൾ സി പറഞ്ഞു. ഓക്കെ, ബി. ഇത് വകുപ്പില. നോക്കി, ടൈപ്സ് ഓഫ് ഡ്രസ്, സോറി, ടൈപ്പ് ഓഫ് ഫുഡ് അൾസേഴ്സ് മാത്രമല്ലേ ഉള്ളൂ, ടൈപ്സ് മാത്രമല്ലേ ഉള്ളൂ. ഇന്ന ടൈപ്പാണ് എന്ന് പറയുന്നത്. അതിൽ ആരെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാനോ ഇതൊന്നും നമ്മൾ സബേഡയിൽ വായിച്ചില്ലല്ലോ. യു മൈറ്റ് നീഡ് ടു ഇൻവോൾവ് ഡാഷ് ഇൻ ദ പേഷ്യൻസ് കെയർ ഇഫ് യു കനോട്ട് ഡിറ്റക്ട്. പൾസ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ആരെയോ ഒരാളെ പേഷ്യന്റ് കെയറിൽ ഉൾപ്പെടുത്തണം എന്നാണ്. എന്തോ? അപ്പൊ
അപ്പോ കൺഫ്യൂഷൻ നിൽക്കുന്നത് സിയിലും ബിയിലുമാണ്. ശ്രദ്ധിക്കണേ, കൺഫ്യൂഷൻ. കുറച്ചു പേര് ബി പറഞ്ഞു. കാരണം ചിലപ്പോൾ ഡ്രസ്സിങ് ചെയ്യുമ്പോൾ നമ്മൾ പൾസ് ഡിറ്റക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ അത് വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഡിബ്രൈറ്റ്മെന്റ് ചെയ്യുമ്പോൾ, ഈ രണ്ട് ഏരിയയിലാണ് നമ്മൾ പൾസ് സാധാരണ നോക്കുന്നത്. അപ്പോൾ ഡിബ്രൈറ്റ്മെന്റ് ചെയ്യുമ്പോൾ പൾസ് ഡിറ്റക്ട് ചെയ്യുന്ന ഏരിയയിലാണെങ്കിൽ സിയിൽ വരാൻ സാധ്യതയുണ്ട്. ഇത് കൺഫ്യൂസിങ് ആണ്. സോ ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്ന ഒരു കാര്യം, എപ്പോഴെങ്കിലും നിങ്ങൾക്ക് പാരഗ്രാഫ് ഏതാണ് എന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡോണ്ട് സ്റ്റിക്ക് ഓൺ വിത്ത് ദാറ്റ് ക്വസ്റ്റ്യൻ. വിട്ട് കളഞ്ഞേക്കുക. അത് വേഗം അടുത്തതിലേക്ക് പോവുക, ബാക്കി ചെയ്യുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് സമയം എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് ബാക്കിയുള്ള ആൻസേഴ്സ് മുഴുവൻ. അപ്പൊ നിങ്ങൾ ഇതിന് സമയം കളഞ്ഞാൽ അതിന്റെ ബാക്കിയുള്ള എളുപ്പത്തിൽ കിട്ടുന്ന ആൻസേഴ്സിന്റെ സമയം. ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഫൈനലി കിട്ടുമ്പോ നമ്മൾ എന്ത് ചെയ്യുക? നിങ്ങൾ രണ്ട് കാര്യമാണ് നമ്മൾ പൾസ് ഇല്ല എങ്കിൽ, ഇതാണ് നമ്മുടെ കീവേഡ് അല്ലെ. ഇഫ് യു കനോട്ട്, സോ പൾസ്ലെസ് ആയിട്ടുള്ള ഒരു ഏരിയനെ കണ്ടുപിടിക്കണം. അപ്പൊ അത് നമുക്ക് രണ്ട് കൺഫ്യൂഷൻ ആണല്ലേ, ബിയിലോ സിയിലോ. ഇനി നമുക്ക് നോക്കാം. അത് നമ്മൾ ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചു. നിങ്ങളുടെ 20, അതായത് 19 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തിട്ടേ ഈ ഒരു 18ാമത്തെ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ വരാവുള്ളൂ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് പതുക്കെ പാരഗ്രാഫിലോട്ട് ഒന്ന് കയറി നോക്കാം എന്താണ് അവർ പാരഗ്രാഫ് പറയുന്നതെന്നുള്ളത്. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ഉള്ളത് ടെക്സ്റ്റ് ഡിയിലാണ്. എവിടെയെങ്കിലും പൾസ് കാണുന്നുണ്ടോ എന്ന് നോക്കിയേ. പൾസ് ഓടിച്ചു വിട്ട് പൾസ് കാണുന്നുണ്ടോ എന്ന് നോക്കിയേ. ടെക്സ്റ്റ് ബിയില് ആ ഫുഡ് കെയർ ടീം എന്നുള്ളൊരു പോർഷൻ ഉണ്ട്. ഓക്കെ, അതെവിടെയാണ്? ലാസ്റ്റ് അല്ലേ? ലാസ്റ്റ് ആ പാരഗ്രാഫിന്റെ ലാസ്റ്റ് ലൈനില്. ഓക്കെ, നമുക്ക് അവിടെ, അതായത് എല്ലാരും കണ്ടോന്നറിയില്ല. ഇറ്റ്സ് എ ഗുഡ് ഐഡിയ. ആ ലാസ്റ്റ് പോയിന്റ് ഒന്ന് എല്ലാരും നോക്കിയേ. ഇത് ഇറ്റ്സ് എ ഗുഡ് ഐഡിയ ടു മാർക്ക് ദ എക്സ്റ്റെന്റ് ഓഫ് എനി സെല്ലുലൈറ്റിസ് വിത്ത് ആൻ indelible marker and tell the patient to contact the food care team immediately if the redness moves substantially beyond the line. അവിടെ എവിടെയാണ് പൾസ് ഇല്ലാത്ത കാര്യം പറഞ്ഞേക്കുന്നത്? ദാറ്റ് ഈസ് ദേ സേ ഓൾ അബൌട്ട് സെല്ലുലൈറ്റിസ്, അതായത് റെഡ്നസ് ഏരിയ എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന് അല്ലേ പറഞ്ഞത്? എന്തോ വാസ്കുലാർ സർജൻ. അപ്പൊ അവിടെ കൺഫ്യൂഷൻ വന്നത് കണ്ടോ? നമ്മൾ ചാടി കയറി വാസ്കുലാർ ടീം എന്ന് എഴുതി പോവും. പക്ഷെ അന്നേരം നോക്കേണ്ടത് നമ്മുടെ കീവേഡ് അവിടെ മാച്ച് ആവുന്നില്ല. നോ പൾസ് ഡിറ്റക്ട് എന്നുള്ള 3 വേർഡ്സ് നമ്മൾ അവിടെ കീവേഡ് ആക്കി വെച്ചിട്ടുണ്ട്. അത് ഇവിടെ എവിടെയും മാച്ച് ആവത്തോണ്ട് ദിസ് ഇസ് നോട്ട് ദ ആൻസർ. അപ്പൊ അതിനെ വിട്ടേക്കുക. അത് കഴിഞ്ഞ് നേരെ സിയിലോട്ട് പോവാ. പൾസ് 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 ഉണ്ടോ ഉണ്ടോ ഉണ്ടോ. ആണ് സെക്കൻഡ് ബുള്ളറ്റ്. അപ്പൊ അതല്ല, ആബ്സെന്റ് എന്ന്. അതെ, അതിന്റെ തൊട്ട് താഴത്തെ ലൈനിൽ നോക്കിയേ. ഈ ഫുഡ് പൾസസ് ആർ ആബ്സെന്റ്, റൈറ്റ്? ഈ ഫുഡ് പൾസസ് ആർ ആബ്സെന്റ് എന്താണ് പറയുന്നത്? അസസ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് ദ പെരിഫറൽ വാസ്കുലേച്ചർ ഈസ് മാൻഡേറ്ററി ബിഫോർ ദ നോൺ വയബിൾ ഓർ നെക്രോട്ടിക് ടിഷ്യൂ ഈസ് കൺസിഡേർഡ്. അവിടെ ആൻസർ കിട്ടിയിട്ടില്ല. സോ അവര് എങ്ങനെയാണ് ആ പ്രൊസീജിയർ ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞേക്കുന്നത്. അടുത്ത ലൈൻ നോക്ക്. റെഫറൽ ടു എ വാസ്കുലർ സർജൻ ഈസ് സജസ്റ്റഡ്. മറ്റേത് മാൻഡേറ്ററിയാ, എഴുതി പോയേക്കരുത്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? മൈറ്റ് ബി. നിങ്ങൾക്ക് വേണമെങ്കിൽ റെഫർ ചെയ്യാം. ഇവിടെ ഈ സജസ്റ്റഡ്, അഗെയിൻ പോസിബിലിറ്റി, സജസ്റ്റഡ് ഇൻ ദിസ് സിറ്റുവേഷൻ. വാട്ട് സിറ്റുവേഷൻ? പൾസ് ഈസ് ആബ്സെന്റ്. അതാണ് സിറ്റുവേഷൻ. അപ്പോ സോ റെഫറൽ ടു എ വാസ്കുലർ സർജൻ ഈസ് സജസ്റ്റഡ്. മറ്റടുത്ത് പിന്നെ വാസ്കുലേച്ചർ അസസ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് ദ പെരിഫറൽ വാസ്കുലേച്ചർ ഈസ് മാൻഡേറ്ററി എന്നാണ് പറയുന്നത്. സോ വാസ്കുലർ സർജൻ റെഫറൽ വേണമെങ്കിൽ ചെയ്യാം നിങ്ങൾക്ക് പൾസ് ഫീൽ ചെയ്യുന്നില്ല എങ്കിൽ. സോ ദ ആൻസർ ഈസ്, എന്താ ആൻസർ വരുന്നേ? ആൻസർ എന്താ വരുന്നേ? യെസ്, vascular surgeon. You might need to involve a vascular surgeon in patient's care if you cannot detect a pulse in the food.
കിട്ടിയോ? നമ്മള് ആൻസർ കിട്ടിയോ എല്ലാവർക്കും? Yes, ma'am. ഇത് മൊത്തത്തിൽ നമുക്കൊന്ന് റീക്യാപ്പ് ചെയ്ത് നോക്കാം. അതാണ് നമുക്ക് എപ്പോഴും വേണ്ടത്. നമ്മൾ വെൻ വി ടോക്ക് അബൌട്ട് എന്താണ് റീഡിംഗ് പാർട്ടിയെ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് അതേസമയം വളരെ എളുപ്പത്തിൽ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് തന്നെ ഇപ്പം മനസ്സിലായി അതെന്താണ്. പിന്നെ നമുക്കൊരു പാർട്ട് എയിൽ ഒരു ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കണമെങ്കിൽ വളരെ ഈസിയാണ്. ആദ്യം നമ്മൾ കീവേഡ്സ് കണ്ടുപിടിക്കുക. കീവേഡ്സ് എന്ന് പറഞ്ഞാൽ സബ് ഹെഡിങ് കീവേഡ് ആണ്, മെയിൻ ഹെഡിങ് കീവേഡ് ആണ്, ടേബിളിനകത്ത് എഴുതിയേക്കുന്ന സബ് ഹെഡിങ് കീവേഡ്സ് ആണ്, ന്യൂമറിക്കൽ ഡാറ്റ കീവേഡ് ആണ്, ബുള്ളറ്റ് പോയിന്റ് കീവേഡ് ആണ്. അപ്പൊ ഇതിനൊക്കെയാണ് നമ്മൾ കീവേഡ്സ് സ്കിമ്മിങ് എന്ന് പറയുന്നത്. അതൊക്കെ നോക്കി വെക്കുക. നോക്കി വെച്ചാൽ മാത്രം പോരാ, അതിനെ മലയാളത്തിലോട്ടാക്കി നിങ്ങൾ മനപ്പാടാക്കണം. അതായത് ഓരോ പാരഗ്രാഫും എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ പക്കാ മനസ്സിലാക്കി വെക്കുക. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. അത് കഴിഞ്ഞ് നമ്മൾ തന്നിരിക്കുന്ന ഓർഡറിൽ തന്നെ, ദാറ്റ് മീൻസ് 1 to 7 ഓർഡറിൽ തന്നെ 1 to 20 എന്ന ഓർഡർ തന്നെ പോവാം. കാരണം 1 to 6 അല്ലെങ്കിൽ 1 to 7 ചെയ്യാൻ, ഫസ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് 1 മിനിറ്റ് ധാരാളം മതി. അപ്പൊ അത് കണ്ടുപിടിക്കുന്നതിലൂടെ നിങ്ങൾ എല്ലാ പാരഗ്രാഫും, അതായത് ടെക്സ്റ്റ് എ, ബി, സി ആൻഡ് ഡി, ഈ 4 ടെക്സ്റ്റും നിങ്ങൾക്ക് നന്നായിട്ട് അവെയർ ആവും. എന്തിനെ കുറിച്ചാണ് ഓരോ ടെക്സ്റ്റും പറയുന്നത് എന്ന കാര്യം നിങ്ങൾ നന്നായിട്ട് അവെയർ ആവും. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് എളുപ്പത്തില് അതായത് ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യനും പിന്നെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും കണ്ടുപിടിക്കാൻ പറ്റും. അതിൽ ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ എടുത്ത് ഓർക്കേണ്ട കാര്യം, ആൻസർ കണ്ടുപിടിച്ച് എഴുതുമ്പോൾ ആ പർട്ടിക്കുലർ വേർഡോ അല്ലെങ്കിൽ ഷോർട്ട് ഫ്രേസോ മാത്രമേ എഴുതാൻ പാടുള്ളൂ. ലോങ് സെന്റൻസ് എഴുതി പോയേക്കരുത്, എഴുതിയാൽ തെറ്റിപ്പോകും. അതാണ്. അപ്പൊ ആ സെന്റൻസ് അവിടെ തീർക്കുക. ഇനി അടുത്തത് എന്താണ്, നമ്മൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ കറക്റ്റ് ആൻസർ ഐഡന്റിഫൈ ചെയ്യുക. അതിൽ ഗ്രാമർ ശരിയായിരിക്കണം. മനസ്സിലായില്ലേ? ഗ്രാമറും ശരിയായിരിക്കണം. ഈ ഗ്രാമർ ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാൻ നിങ്ങൾ ആൻസർ എഴുതി കഴിയുമ്പോൾ ആ സെന്റൻസ് ഒന്നും കൂടി വായിക്കുക. കറക്റ്റ് മാച്ചിങ് ആണ് വരുന്നതെങ്കിൽ എന്താണ് അതിനർത്ഥം? അവിടെ നമ്മൾ എഴുതിയേക്കുന്ന ആൻസർ കറക്റ്റ് ആണ് എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എളുപ്പത്തിൽ ആൻസർ കണ്ടുപിടിക്കാം. 15 മിനിറ്റ്സ് പോയിട്ട് 13 മിനിറ്റ്സ് പോലും നിങ്ങൾക്ക് വേണ്ടി വരില്ല പാർട്ടിയെ കണ്ടുപിടിക്കാം. ക്ലിയർ ആയോ എല്ലാവർക്കും? അപ്പോ പാർട്ടി വെരി ഗുഡ്. ഓക്കെ, പാർട്ടി എയിൽ ഈ ഒരു ടിപ്പ് മാത്രം മതി, വേറൊരു ടിപ്പ്. പിന്നെ ഞാൻ ഇപ്പൊ നമ്മുടെ എല്ലാ കുട്ടികളോടും ഞാൻ എപ്പോഴും പറയുന്ന ഒരു അഡ്വൈസ്, പിന്നെ റീഡിങ്ങിലൊന്നും ഷോർട്ട് കട്ട്സിന്റെ പുറകെ ആരും പോവരുത്, ദയവ് ചെയ്ത്. കാരണം എന്താണെന്നറിയാമോ? റീഡിങ്ങിൽ അവരുദ്ദേശിക്കുന്നത് 2 സ്കില്ലാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇതെന്താ, ഇപ്പൊ നമ്മൾ ചെയ്ത സ്കിമ്മിങ് സ്കാനിങ് സ്കില്ല് മാത്രമാണ്, അല്ലാതെ നമ്മൾ എൻ്റയർ പാരഗ്രാഫ് വായിച്ചിട്ടൊന്നുമില്ല. അപ്പൊ ആ സ്കില്ല് നമുക്ക് കണ്ടുപിടിക്കാനുള്ള കഴിവുണ്ടോ? ഇത് മാത്രം. മറ്റതില് മീനിങ് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടോന്നാണ്. അവിടെ നമ്മുടെ ടിപ്സും കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ കാര്യം നടക്കില്ല. നമ്മൾ എന്ത് ചെയ്യണം? മീനിങ് പഠിച്ചേ പറ്റുള്ളൂ. അപ്പൊ ഓരോ കുട്ടികളും ആദ്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികൾ എന്താ ചെയ്യേണ്ടതെന്നറിയാമോ? ഓരോ പാരഗ്രാഫും നിങ്ങൾ വായിക്കുമ്പോൾ ആ എൻ്റയർ പാരഗ്രാഫിന്റെ മീനിങ് മനസ്സിലാക്കിയിട്ട് മാത്രം മുമ്പോട്ട് പോവുക. ഇല്ലെങ്കിൽ അത് നിർത്തിയിട്ട് നേരെ ആ പർട്ടിക്കുലർ ടെക്സ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എങ്കിൽ നേരെ ആ പർട്ടിക്കുലർ പാരഗ്രാഫ് നിങ്ങൾ എന്ത് ചെയ്യണം? സ്കാൻ ചെയ്ത്, നിങ്ങൾക്കറിയാലോ ഗൂഗിൾ ലെൻസ് വെച്ച് സ്കാൻ ചെയ്തിട്ട് അത് നിങ്ങൾ ട്രാൻസ്ലേറ്ററിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അവർ മലയാളം, ഓ നമ്മൾ ഉദ്ദേശിച്ചത് ഇതായിരുന്നു അല്ലേ അതിന്റെ മീനിങ്, അങ്ങനെ സമയമെടുത്ത് പഠിച്ചേ പോവുള്ളൂ. അല്ലെങ്കിൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഫെയിലർ റേറ്റ് ഉള്ളത് റീഡിങ്ങിനും ലിസണിങ്ങിനും. കാരണം എന്നാ, ഇങ്ങനെ ഓരോ ടിപ്പ് വഴി പോകുന്നതാ, അല്ലാതെ ആരും ആ ഫുള്ള് വായിക്കാനുള്ള സാവകാശം കാണിക്കുന്നില്ല. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അതല്ല അവർ പറയുന്നത്. നിങ്ങളോട് മനസ്സിലാക്കുക, ഇൻഡെപ്ത് റീഡിംഗ് ആണ് അതിന്റെ അർത്ഥം. പാർട്ട് ബി ആൻഡ് സി എന്ന് പറഞ്ഞാൽ വളരെ ഡീപ്പായിട്ടുള്ള വായനയും മനസ്സിലാക്കലുമാണ്. ഡീപ്പ് റീഡിങ് പ്ലസ് അണ്ടർസ്റ്റാൻഡിങ് ദ മീനിങ്, അതാണ് അവർക്ക് വേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസേ അവർ ചോദിക്കുള്ളൂ, അല്ലാതെ റീഡിങ് ഡിഫിക്കൽട്ട് ആണ് എന്ന് പറയുന്നതിൽ കാര്യമില്ല. മനസ്സിലായല്ലോ? അപ്പൊ ഓരോ പ്രാവശ്യം അത് ബി ആയിക്കോട്ടെ സി ആയിക്കോട്ടെ കംപ്ലീറ്റ് പാരഗ്രാഫ് മനസ്സിലാക്കുക. ആദ്യത്തെ 1 മാസം നിങ്ങൾ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുക. 2ാമത്തെ മാസം പതുക്കെ ടൈം വെക്കുക. ഇപ്പൊ 45 മിനിറ്റ്സ് ആണ് ബി ആൻഡ് സി, ഇതിന് 15 മിനിറ്റ്സ്, അത് 15 മിനിറ്റ്സും 45 മിനിറ്റ്സും കംപ്ലീറ്റ് ചെയ്യുക. എക്സാം ബാച്ചിലോട്ട് കയറുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ടൈം കുറക്കുക. അതായത് പിന്നെ എന്താണ് 13 മിനിറ്റ്സ് കൊണ്ട് പാർട്ടിയെ തീർക്കാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ ഒരു അറൗണ്ട്
പിന്നെ നമ്മുടെ എന്താണ് ഒരു പിന്നെ 40 മിനിറ്റ്സ് ഞാൻ പറഞ്ഞല്ല 35 മിനിറ്റ്സിലെങ്കിലും തീർക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇങ്ങനെ ചെയ്താലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, നമ്മുടെ റീഡിംഗ് ഒക്കെ സക്സസ്ഫുൾ ആക്കാൻ പറ്റുക. അപ്പൊ ഈ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം. ഓക്കെ. അപ്പോ 22-ന് എഴുതാൻ പോകുന്നവരോട് ഒരു റിക്വസ്റ്റ് എന്താന്ന് വെച്ചാൽ, ഇന്ന് തൊട്ട് ഞാനിപ്പോ അഡ്മിഷൻ എടുത്ത കുട്ടികളോട് ഞാൻ അത് വെർബലി പറഞ്ഞിട്ടുണ്ട്. ഇന്ന് തൊട്ട് പാർട്ടിയെ 5 എണ്ണം വെച്ച് ചെയ്യണം കേട്ടോ. ഇന്ന് തൊട്ട് അതിനകത്ത് അത് അറ്റേ സ്ട്രെച്ച് നിങ്ങൾ ഇരിക്കും വേണം. അപ്പോ ഒരു നിങ്ങളുടെ കയ്യിൽ പ്രിന്റ് എടുത്ത എല്ലാ മെറ്റീരിയലും ഉണ്ട്. നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 5 മെറ്റീരിയൽ ആദ്യം റെഡിയാക്കി വെക്കുക. 1 hour ടൈം വെക്കുക. എന്നിട്ട് ആദ്യത്തെ മെറ്റീരിയൽ എടുക്കുന്നു, അതിന്റെ എ പാർട്ട് ചെയ്യുന്നു, അതിന്റെ ആൻസർ ഒന്നും ചെക്ക് ചെയ്യാൻ നിൽക്കരുത്, മാറ്റുക, ആ മെറ്റീരിയൽ മാറ്റുക, അടുത്ത മെറ്റീരിയൽ എടുക്കുന്നു, അതിന്റെ എ പാർട്ട് ചെയ്യുന്നു, ആ മെറ്റീരിയൽ മാറ്റുക, തേർഡ് മെറ്റീരിയൽ എടുക്കുന്നു, അങ്ങനെ 5 മെറ്റീരിയൽ ഡെയിലി അണ്ടിൽ യുവർ എക്സാം. ചെയ്തതായിക്കോട്ടെ ചെയ്യാത്തതായിക്കോട്ടെ ഫോർഗറ്റ്. ഇതൊരു സ്കിൽ ഡെവലപ്മെന്റാ, മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ നമ്മൾ ഇതിനെ പിടിച്ച് പൊക്കിക്കൊണ്ടുവരണം. അത് 1 hour, അത് നല്ല കാം സമയത്ത്, അതായത് നിങ്ങളുടെ ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾ പിന്നെ മോർണിംഗ് ടൈം ആയിരിക്കും, എല്ലാവരും ബ്രെയിൻ ഫ്രഷ് ആയിട്ടിരിക്കും. നൈറ്റ് കഴിഞ്ഞ് വരുന്നവരല്ല കേട്ടോ. പിന്നെ രാത്രി നന്നായിട്ട് ഉറങ്ങിയിട്ട് എണീക്കുന്നവർക്ക് എപ്പോഴും മോർണിംഗ് ആയിരിക്കും ഫ്രഷ് ബ്രെയിൻ ഉള്ളത്. അവരെന്ത് ചെയ്യുക, ഈ രീതിയിൽ എക്സസൈസ് ചെയ്യുക. പിന്നെ നല്ല കഷ്ടപ്പാടുണ്ട് റീഡിംഗ് ലിസണെ, അതങ്ങ് നമ്മൾ മനസ്സിലങ്ങ് ആക്സെപ്റ്റ് ചെയ്യുക. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി നിങ്ങളുടെ ഈ പറയുന്ന ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം എന്ന് വിചാരിച്ചായിരുന്നു. അതായത് ഇച്ചിരി കൂടി രസകരമാക്കാൻ, അതായത് നമ്മുടെ പിന്നെ എന്താ പറയണ്ടേ, നമ്മുടെ റീഡിങ്ങിന് ഇച്ചിരി കൂടി ഒരു എന്താണ്, ഒരു എന്റർടൈൻ ആയിട്ട് ഇതിനെ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് എന്താണെന്നറിയാമോ, നമ്മൾ ഈ വായിക്കുന്ന ടൈപ്പ് കുറച്ച് സമയം നമ്മുടെ മെഡിക്കൽ നോളജുമായിട്ട് കണക്ട് ചെയ്യുക. പാർട്ടി എപ്പോഴും നമുക്ക് നഴ്സിംഗുമായിട്ട് ഡയറക്ട്ലി കണക്റ്റഡ് ആയിരിക്കും മിക്കതും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പൊ ഞാൻ ശരിക്കും വായിച്ചപ്പം ഇതിനകത്ത് ചെയ്തത് എന്താന്ന് വെച്ചാല്, നമ്മുടെ ആ ടൈപ്സ് ഓഫ് ഡ്രസ്സിംഗ് ഒക്കെ ഇല്ലേ, അതായത് നമ്മുടെ ആൽജിനേറ്റ്, പിന്നെ നമ്മുടെ ഹൈഡ്രോജൽ, ഹൈഡ്രോകോളോയിഡ്, ഇത് വെറും OET എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാതെ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാമോ, ഇതിന്റെ ഒക്കെ പിക്ചറൊക്കെ ഒന്ന് പോയി നോക്കുക. ഞാൻ ശരിക്കും അത് നിങ്ങളെ ഡൗൺലോഡ് ചെയ്ത് കാണിക്കണം എന്ന് വെച്ചായിരുന്നു, അത് ഓരോ പിക്കും. അപ്പൊ എന്താ, കുറച്ചും കൂടി എന്റർടൈനിങ് ആവും നമ്മുടെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. ഒരിക്കലും OET എക്സാമിന് വേണ്ടി 4 മൊഡ്യൂളും ചെയ്യരുത്. ബിക്കോസ് നിങ്ങൾ UK അല്ലെങ്കിൽ ഏതെങ്കിലും ഈ പറയുന്ന ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന 4 മൊഡ്യൂളും അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാനുണ്ട്. ഞാൻ എന്താ പറഞ്ഞതെന്നറിയാമോ, നമുക്കിപ്പോ ഒരു വാർഡിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അവിടെ ഇത് പോളിസീസ് ഉണ്ട് അല്ലെ. ഈ പോളിസി വായിച്ച് നാളെ തന്നെ ഇംപ്ലിമെന്റ് ചെയ്യണം എന്ന് പറയും. ഈ പോളിസി വായിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ ആരും പറഞ്ഞു തരില്ല, ഇതാണ് കേട്ടോ അതിന്റെ ടിപ്പ്. ഇത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, ആരെങ്കിലും പറഞ്ഞു തരുന്നു തോന്നുന്നുണ്ടോ? പോളിസി വായിക്കണം, പ്രൊസീജിയർ വായിച്ച് നാളെ തൊട്ട് ഇംപ്ലിമെന്റ് ചെയ്യണം എന്ന് പറയുന്നിടത്ത് ആരെങ്കിലും ടിപ്സ് പറഞ്ഞു തരാൻ വരുമോ? യെസ് ഓർ നോ? ഇല്ല, ഉറപ്പായിട്ടും ഇല്ല. നമ്മൾ തന്നെ വായിച്ച് മനസ്സിലാക്കിയേ പറ്റും. സിൻസ് ഐ വർക്ക്ഡ് ഇൻ ദ UK, ഐ റിയലി നോ ഹൗ ഡിഫിക്കൽട്ട് ദ പ്രൊസീജിയർ വിൽ ബി. മനസ്സിലായോ? അപ്പൊ നമുക്ക് അവിടെ പ്രൊസീജിയർ വൈസേ എല്ലാം നടക്കുള്ളൂ. ഈവൻ ഒരു കമ്മ്യൂണിക്കേഷൻ വരെ പ്രൊസീജിയർ വൈസാ നടക്കുന്നത്. അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് ഒരിക്കലും OET പ്രിപ്പറേഷൻ അല്ല നിങ്ങൾ ചെയ്യണ്ടേ കേട്ടോ. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യണ്ടേന്ന് പറഞ്ഞാല്, ഈ ഒരു കാര്യം ഡയറക്ട്ലി നമ്മുടെ ഇതുമായിട്ട് നഴ്സിംഗ് ലൈഫുമായിട്ട് അങ്ങ് കണക്ട് ചെയ്യാം. അപ്പൊ ഹൈഡ്രോകോളോയിഡ് ഡ്രസ്സിങ് ഏത് ഡ്രസ്സിങ്ങാ? നമ്മുടെ ഈ ടൈപ്പ് ഹൈഡ്രോകോളോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിങ്ങൾക്ക് അറിയോന്നറിയില്ല, അലീവിയൻ സെക്രോ ഒക്കെ കേട്ടിട്ടുണ്ട്, അലീവിയൻ ഡ്രസ്സിംഗ് ഒക്കെ, അതാണ് ഹൈഡ്രോകോളോയിഡ് ഡ്രസ്സിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ പിക്ചറൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി ഇത് വായിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഡെയിലി കാണുന്ന സംഭവമാണല്ലോ ഇവർ ടൈപ്പ് ഓഫ് ഡ്രസ്സിംഗ് ഒക്കെ ചോദിച്ചേക്കുന്നത്. പിന്നെ അതുപോലെ നമ്മുടെ ആൽജിനേറ്റ്, കാൽസ്യം ആൽജിനേറ്റ് ഡ്രസ്സിങ്, അക്കോസലിന്റെ ഒക്കെ കാൽസ്യം ആൽജിനേറ്റ്, ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ വളരെ നന്നായിട്ട് നമ്മൾ കണക്റ്റഡ് ആവും നമ്മുടെ റിയൽ ലൈഫുമായിട്ട്. അങ്ങനെ കണക്റ്റഡ് ആയിട്ട് വായിച്ചാൽ റീഡിങ് നിങ്ങൾക്ക് ഒരു ബോറിംഗ് ആവില്ല, സബ്ജക്ട് ഒരു ബോറിംഗ് ആവില്ല. എപ്പോഴും ഇൻഫർമേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ റീഡിങ്ങിനെ ഒന്ന് കണ്ടു നോക്കൂ. ഇറ്റ് വിൽ ബി റിയലി ഹെൽപ്ഫുൾ. മനസ്സിലായോ? അങ്ങനെ ചെയ്ത് പഠിക്കണം. പിന്നെ എക്സാം പ്രിപ്പറേഷൻകാർ ഒരു കാരണവശാലും ഉഴപ്പരുത്. 5A പാർട്ട് എന്ന് പറയുന്നത് മാൻഡേറ്ററി. അത് അങ്ങനെ തന്നെ, അത് ലിസണിങ്ങിനെ ചെയ്യണം കേട്ടോ. സിൻസ് വി ആർ ഡൂയിങ് റീഡിംഗ് ക്ലാസ്, ഐ ജസ്റ്റ് മെൻഷൻ റീഡിംഗ്, പക്ഷേ ദാറ്റ് വിൽ ബി ആപ്ലിക്കബിൾ ഫോർ ലിസണിങ് ആസ് വെൽ കേട്ടോ. ലിസണിങ്ങും ചെയ്യണം, റീഡിങ് ചെയ്തു നോക്കൂ, റിസൾട്ട് നിങ്ങൾക്ക് ഉറപ്പാ. മനസ്സിലായില്ലേ? ഓക്കെ. അപ്പൊ ഇന്നത്തെ സെഷൻ എല്ലാവർക്കും മനസ്സിലായോ? ഈ നിങ്ങളുടെ ഒരു 1 hour എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി തോന്നിയോ, അതോ ടൈം പോയി എന്ന് തോന്നിയോ? ഹെൽപ്ഫുൾ ആയിരുന്നു.
ഹെൽപ്ഫുൾ ആയിരുന്നു മാം. നല്ല ക്ലാസ് ആയിരുന്നു. കുറെ ഓക്കെ, കാര്യങ്ങൾ താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പം നമ്മൾ എല്ലാവരും ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാ നഴ്സസും പാസ്സായേ പറ്റുള്ളൂ അല്ലെ നമുക്ക്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് അവരെയും കൂടി ഹെൽപ്പ് ചെയ്യുക. അടുത്ത വീക്കിൽ അടുത്ത പിന്നെ ഇതുണ്ടാവും കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ തംസ് അപ്സ് ആൻഡ് ഓൾ ദ കമന്റ്സ്. ഓക്കെ, പിന്നെ അപ്പോ പിന്നെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ഫ്രണ്ട്സും നിങ്ങളെ പോലെ സ്ട്രഗിൾ ചെയ്യുന്നവരാണ്. അപ്പോ ക്ലാസ്സിന് വേണ്ടിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും സപ്പോർട്ട്, ജെയിംസ് അക്കാഡമിയുടെ എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ജെയിംസ് അക്കാഡമിനെ കോൺടാക്ട് ചെയ്യാം. നോ വറീസ്. അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട്, ഏതെങ്കിലും ബുദ്ധിമുട്ട് പിന്നെ നിങ്ങളുടെ മൊഡ്യൂൾസിൽ ഏതെങ്കിലും മൊഡ്യൂൾസിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ആർ വെൽക്കം. പിന്നെ അതുപോലെ ബിഗിനേഴ്സിന് ഞങ്ങൾ സ്പെഷ്യൽ പാക്കേജ് ആണ് കേട്ടോ. ബിഗിനേഴ്സിന് 3 months ക്ലാസ് ആണ്. അത് സിസ്റ്റമാറ്റിക് വേയിലാണ് പോകുന്നത്. അപ്പൊ ബിഗിനേഴ്സിന് ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ.